കാണുമ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുവാനിടയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പാണനാട് നോർത്ത് ബഥേൽ അസംബ്ലീസ് സഭയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കൂടുന്ന ചുരുക്കം ചില ദൈവമക്കളുമായിട്ട് ചിലരെ കടന്നു വന്നിട്ടില്ല. ആയിരിക്കാൻ ഇടയായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഭക്തന്മാരുടെ ആരാധനയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്വർഗം ചായിച്ചിറങ്ങി വരണമേ. കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം എവിടെയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ആശ്വാസം വെളിപ്പെട്ടിട്ടുണ്ട്, ദൈവകൃപയുടെ ആനന്ദം വെളിപ്പെട്ടിട്ടുണ്ട്, സൗഖ്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ നാം ഒരുക്കപ്പെട്ടാൽ മതി. ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഡോക്ടർ ജേക്കബ് ജോർജിനോടും കുടുംബത്തോടും പ്രിയ അപ്പച്ചൻ, അമ്മച്ചി, അതുപോലെ തന്നെ സിസ്റ്റർ കാറ്റി, ഹേലൻ ഇവരോട് ഒരുമിച്ച് ഇന്ന് പകൽ ആരാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ്. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആദ്യം പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ തുടങ്ങി ദൈവമക്കളുടെ ശുശ്രൂഷയൊക്കെ പഴയ നിയമത്തിൽ തന്നെ അവസാനിക്കത്തില്ലല്ലോ. പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ അവസാനിക്കുന്നത് കൃപയുടെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ തന്നെ എടുത്ത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഓരോരുത്തർക്കും കൃപ വ്യത്യസ്തമാണല്ലോ. ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ചാണല്ലോ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 5 മുതൽ 8 വരെ വായിച്ചാണ്. സഹോദരന്മാർ അവർ വളരെ സാഹസത്തിനായിരുന്നു. എന്നോടമേ അവരുടെ മന്ത്രത്തിൽ കൂടരുത്, എന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരെ പതിയൊടിച്ചു. അവരുടെ ഉഗ്രഹവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ വയ്ക്കുകയും ചെയ്യും. അവിടെ വായിക്കുന്നത് ചിലപ്പോ ചിലരെങ്കിലും ചിന്തിച്ചാണ് ഈ വാക്യം അങ്ങനെ സഭായോഗത്തിൽ എല്ലാ വാക്യത്തിനകത്തോടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് തന്റെ 12 മക്കളെ തന്റെ ജീവിതകാലം അവസാനിക്കുന്നതിന് മുമ്പായി വസ്തുപ്രകാരം പറഞ്ഞ് അനുഗ്രഹിക്കാനായിട്ട് അവരെ അടുക്കൽ വിളിച്ചത്. 12 പേരെ നിരത്തി നിർത്തിയതിനു ശേഷം വരികയും ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞാൻ പറയാം. പിതാക്കന്മാരുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ടതാകട്ടോ. എന്റെ അമ്മ പറയാറുണ്ട്, എനിക്ക് ആ ഓർമ്മയുണ്ട്. എന്റെ അമ്മയുടെ അപ്പൻ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് അപ്പച്ചന്റെ ആ ഷേപ്പായിരിക്കും, നല്ല നീളവും ആ ഷേപ്പാണ്. അപ്പച്ചൻ മരിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പ് വേറെ ഒത്തിരി കൊച്ചുമക്കളുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ മക്കൾ 8 പേരാ, 8-ാമനാണ്. 4 ആണ് 4 പെണ്ണും. അപ്പോൾ എന്നെ അടുക്ക വിളിച്ച് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ അത് പറയാറുണ്ട്. പിതാക്കന്മാരുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ട. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവരാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. യാക്കോബ് തന്റെ 12 മക്കളെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിക്കാനായിട്ട് കരം നീട്ടുക അവരുടെ ശിരസിന്മേൽ. നമുക്കറിയാം, ആദ്യമായിട്ട് രൂപേനെ അനുഗ്രഹിക്കുക, നല്ല കാര്യങ്ങളൊക്കെയാ പറഞ്ഞത് നമുക്കറിയാം. എന്നാൽ ശിമിയോന്റെയും ലേവിയുടെയും ശിരസിന്മേൽ കരം നീട്ടിയപ്പോൾ അനുഗ്രഹത്തിന്റെ വാചകത്തിന് പകരം ആ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അനുഗ്രഹ വാചകങ്ങളല്ല അവിടെ വന്നത്, ശാപത്തിന്റെ വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് പകരം ശാപം മുറിക്കാനോ അടിക്കാനോ കെട്ടാനോ അല്ല ഞാനിവിടെ വന്നത്. ഏതെങ്കിലും ശാപങ്ങളുണ്ടെങ്കിൽ, പിതാക്കന്മാരുടെ ശാപമുണ്ടെങ്കിൽ, മാനുഷികമായിട്ടുള്ള ശാപങ്ങളുണ്ടെങ്കിൽ സകലതും മാറ്റിയ ക്രൂശിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ അനുഭവമാകുമ്പോൾ ഈ ശാപങ്ങളെ ഒന്നും ദൈവമക്കൾ ഗണ്യമാക്കരുത്. നമ്മുടെ നാട്ടുഭാഷയിൽ പറയും ഒരു പ്രാഗിയെന്ന്. പ്രാഗിയ വിശ്വാസി ആരെല്ലാം നിന്നെ ഏതെല്ലാം ഭാഷ പറഞ്ഞ് പ്രാഗിയാലും നിന്റെ മേൽ ദേശികയില്ല. നീ പേടിക്കാതിരുന്നാൽ മതി. ദൈവവചനം പറയുന്നു, നിനക്ക് നീ പേടിക്കുന്നത് നിനക്ക് ഭവിക്കുവാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ പേടിച്ചാൽ പിശാച് നിന്റെ വീട്ടിനകത്ത് സിംഹാസനം ഇട്ടിരിക്കുവാനായിടയാകും. ദൈവത്തെ നീ ഭയപ്പെട്ടാൽ ദൈവം നിന്റെ വീടിനകത്ത് സിംഹാസനസ്ഥനാകുവാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. ആചാരത്തെ പേടിച്ചാൽ ആചാരം നിന്റെ കൂടെ പുറപ്പോഴും നിന്റെ പുറകെ വരും.
അറിയോ? ഇവർ രണ്ടുപേരും സഹോദരന്മാർ. അടുത്ത ബാക്കി 10 മക്കളോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അതിനുശേഷം വീണ്ടും പറയുക, എൻ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എടാ പിള്ളാരെ, 10 പേരുമേ ഇവന്മാര് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പോകരുത്. അതിന്റെ കാര്യം എന്നാണ് ഞാൻ താഴോട്ട് പറയാം. അപ്പം പറയുക, ഇവരെന്തോ ആലോചന പറഞ്ഞാലും ഇവരുടെ അഡ്വൈസിന് പോകരുത്. ഇവരെന്തെങ്കിലും അഡ്വൈസ് ചെയ്താൽ കേൾക്കുകയുള്ളത്. അപ്പന്റെ അനുഗ്രഹമാകട്ടോ. അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. നമുക്ക് വേണ്ടി യോഗങ്ങൾ വരയ്ക്കിയ കാലമില്ലേ നമ്മുടെ പിതാക്കന്മാരെ? അല്ലെങ്കിൽ കല്യാണ ചർച്ച നടന്ന സ്ഥലത്തും വിശ്വാസ അനുഭവത്തിന്റെ പേരിൽ ഇറക്കിവിട്ട സമയങ്ങളില്ലയോ? സ്വത്രം ഹല്ലേലൂയ. ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന പ്രിയപ്പെട്ടവരെ വളരെ നിന്ദ്യമായ നിലയിൽ ആക്ഷേപിച്ച് ഇറക്കിവിട്ട നാളുകളിലെ. എന്നാൽ ഇന്ന് പെന്തക്കോസ്തിനെ ദൈവം ആദരിച്ചു, വേർപെട്ട സമൂഹത്തെ ദൈവം ആദരിച്ചു. ദൈവം ആദരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ 3-4 തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം ഇന്ന് ദുഃഖിക്കുക. കഴിഞ്ഞ ദിവസം ബുക്കിലേറ്റ് കിട്ടുവാനായിടയായി. വിശ്വാസികൾക്ക് വേണ്ടി ഒരു ദൈവദാസൻ എഴുതിയ ഒരു ബുക്കിലേറ്റ്, അതിന്റെ ഹെഡിങ് യേശു ദുഃഖിക്കുന്നു എന്ന. സ്വത്രം ഹല്ലേലൂയ. ഇന്നത്തെ സഭകളെ നോക്കി, വിശ്വാസികളെ നോക്കി കർത്താവ് ദുഃഖിക്കുക. കാരണം നമ്മൾ ദൈവകൃപയിൽ നിന്നും വിശ്വാസ അനുഭവങ്ങളിൽ നിന്നും പഴയ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ദൈവകൃപയുടെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോയതുകൊണ്ട് കർത്താവ് പോലും ദുഃഖിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം അവിടെ വരട്ടെ. അവരുടെ യോഗത്തിൽ ചേരരുത്. അപ്പൻ പറയുക, ഇവരുടെ യോഗം ഏത് വലിയ യോഗം വിളിച്ചു കൂട്ടിയാലും അവരുടെ യോഗത്തിന് പോകരുത്. സ്വത്രം. പണ്ട് നാട്ടിൽ പറയാൻ കുടുംബക്കാരെ ഒരു യോഗത്തിന് പോലും പോയത് അവരെ വീട്ടിലോട്ട് കയറ്റിയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. സ്വത്രം. അല്ലെ എന്നെ ചിലരിൽ വിളിച്ച് ഉപദേശി നമ്മുടെ ചിലരിൽ വിളിച്ച് ഉപദേശി ഉപദേശി. നമുക്കറിയാം ഉപദേശി ഉപദേശി നമ്മൾ പണ്ട് വിദ്യാഭ്യാസം എന്തായി വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവർ തന്നെ സ്വയമായി ഒരു കാര്യം സമർപ്പിക്കുക. ഉപദേശിക്കുവാൻ കഴിവുള്ളവരാണ് അവരെ ഉപദേശിക്കും. അപ്പോൾ അവരെക്കാൾ ഒരു പ്രത്യേകത നമുക്കുണ്ട്. ഉപദേശിക്കാനുള്ള കഴിവ്, ഉപദേശത്തിൽ നിൽക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെല്ലാം ഉപദേശിമാരാണ് കേട്ടോ. ഉപദേശിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉപദേശത്തിൽ നിൽക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് തന്റെ മക്കളെ തലയിൽ കൈവച്ച് പറയുന്ന മന്ത്രണത്തിൽ കൂടരുത്. വീണ്ടും പറയുക, അവർ തങ്ങളുടെ ശാഠ്യത്തിൽ കോപത്തിൽ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂട്ടന്മാരുടെ വഴി ഉടച്ചു. അവരുടെ ഉഗ്രകവും കഠിനവും ശമിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകരുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അനുഗ്രഹം കൊടുക്കേണ്ട പിതാവ് ഇതാ ശിരസിൽ കയം വെച്ചുകൊണ്ട് അനുഗ്രഹ വാചകങ്ങൾക്ക് പകരം ശാപത്തിന്റെ വാക്കുകൾ പറയുക. സ്വത്രം. ഹല്ലേലൂയ. ലേവിയും ശിമിയോനും ഭാരപ്പെട്ടില്ല. അവർക്കറിയാം അപ്പൻ ഏത് കാരണത്താൽ ഈ വാക്കുകൾ പറഞ്ഞെന്ന്. സ്വത്രം. അതറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാണ്. പുറപ്പാട് പുസ്തകം 32-ന്റെ 25-26 വാക്യത്തിൽ ഏത് വിഷയത്തിലാണ് അപ്പൻ ഇവരെ ശപിക്കുവാനുണ്ടായ കാരണം വായിച്ചാണ്. 32-ന്റെ 25-26. അവനവരോട് നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ പോയി വാതിൽ തോറും കടന്ന് ഓരോരുത്തരും താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളഞ്ഞിങ്ങനെ ഇസ്രായേൽ ദൈവമായ യഹോവ കൽപ്പിക്കുന്നത്. ദൈവം കൽപ്പിച്ചത് ഇവര് ചെയ്യാൻ പോയതാണ്. അപ്പന്റെ ശാപം, അപ്പന്റെ ശാപവാക്കുകൾക്ക് ഇവര് ഭാതൃഭൂതരായി തീരുവാൻ കാരണമായത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പന, ദൈവം കൊടുത്ത കൽപ്പന അപ്പനെന്നോ അമ്മയെന്നോ സഹോദരന്മാരെന്നോ ചേരക്കാരെന്നോ എന്ന് നോക്കാതെ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അഹരോന്റെ മുമ്പിൽ കൊണ്ടിട്ട ആഭരണങ്ങൾ കൊണ്ട് അവന്റെ മനസ്സിൽ രൂപം കൊണ്ട്. ശ്രദ്ധിക്കണേ, ഈ കാളക്കുട്ടിയുടെ രൂപം ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ വന്ന രൂപമല്ല കേട്ടോ. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ നിലവിളിച്ചു പറഞ്ഞപ്പോൾ അഹരോൻ ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 4 കാലും 4 തലയും കൊമ്പുള്ള ഒരു കാളയാണ്. സ്വത്രം. അവരെ മുമ്പിൽ നടക്കാൻ, അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അഹരോന്റെ മനസ്സിൽ, പുരോഹിതന്റെ
ചിരിയല്ല. ചിരിയാണോ? ചിരിയല്ല സാറേ. കരച്ചിലും ചിരി സന്തോഷവും ആഹ്ലാദവും എല്ലാം കൂടെ കൂട്ടിക്കലർന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോൾ എവർക്ക് മനസ്സിലായി ഇത് മരണത്തിന്റെ കരച്ചിലല്ല, അല്ലേ എന്തെങ്കിലും ലോട്ടറി അടിച്ചതിന്റെ സന്തോഷമല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ്? കാളക്കുട്ടിയുടെ മുമ്പിൽ, ജീവനില്ലാത്തതിന് മുമ്പിൽ അവർ തങ്ങളെ തന്നെ മറന്ന്, ജീവനുള്ള ദൈവത്തെ മറന്ന് ആരാധന കഴിക്കുക. സ്വത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശെ പാളയത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ഹല്ലേലൂയ സിംഹഗർജനം പോലെ ആത്മാവിൽ ചോദിക്കുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ലേവ്യൻ മാത്രം സകലരും കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കാൻ പോയപ്പോൾ ലേവ്യൻ മാത്രം അവരുടെ കൂടാരത്തിനകത്ത് സത്യദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഇരിപ്പാനായിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന ലേവ്യൻ ആ മോശയുടെ ശബ്ദം കേൾക്കുവാനായിടയായി. യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് മോശ ചോദിക്കുന്ന ആ ചോദ്യം ഹല്ലേലൂയ ലേവ്യന്റെ കാതുകളിൽ എത്തുവാനായിടയായി. അവൻ മോശയുടെ അടുക്കലേക്ക് അവർ ഇറങ്ങി വരുവാനായിടയായി. മോശ അവരോട് പറഞ്ഞു, പാളയം തോറും നടന്ന് അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കാതെ അല്ലെങ്കിൽ കാളക്കൂട്ടിന് മുമ്പിൽ നമസ്കരിച്ച സകലതിനെയും ഛേദിച്ചു കളയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ ചെല്ലുമ്പോൾ അതിനെ നടത്തുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങ് കൊണ്ടുവരാൻ പറയുന്നതല്ല കൃപയുടെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയുമല്ലോ മാങ്ങില് എന്റെ വൈഫിന് ഇവിടെ പേരിശയില്ല, അവിടെ വീടിന് മുമ്പിൽ കൂടെ ഒരു നല്ല ബോർഡുണ്ട്, മീൻ ഇഷ്ടം ബോർഡുണ്ട്. ഒരു 4-5 വർഷം മുമ്പ് അവിടെ അളിയൻ മീൻ പിടിച്ചോണ്ടെന്നപ്പോ ഈ മാനിനെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ഇത് ബന്ധക്കോസ്തുകാരെ കാണുമ്പോൾ ആ രംഗത്ത് ഞാൻ നിങ്ങളുടെ കൂട്ടുള്ളതാ. സ്വത്രം. ഹല്ലേലൂയ. ആണെങ്കിൽ 2 സ്വത്രം കൂടെ പറയും. ഹല്ലേലൂയ. തല അവിടെ കാണുമ്പോ തലയും കാണിക്കും. സ്വത്രം. ഇതൊന്നും ദൈവസഭയ്ക്കകത്തോ ദൈവജനത്തിനോ ഭൂഷണമല്ല കേട്ടോ. വ്യവസ്ഥയെ നിർത്തുന്നെങ്കിൽ ദൈവകൃപയുടെ വ്യവസ്ഥ. ലോകം എന്ന് പറയട്ടെ. ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം ഒരാള് എന്റെ അടുത്ത് ഒരു രാഷ്ട്രീയ നേതാവ്, നിങ്ങളുടെ സെറ്റിച്ചായി പൊട്ടി ഒഴുകുന്നല്ലോ. ഞാൻ ചോദിച്ചു, ആരുടെ? അത് നിങ്ങളുടെ പിള്ളേര്. ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ വരെ ഇപ്പൊ ഞാൻ ഇറങ്ങുന്നത് വരെ പൊട്ടിയില്ല, ഇപ്പൊ പിന്നെ പൊട്ടിയുള്ള സാറപ്പോഴാകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് നാറ്റവും ഇപ്പം വല്ല മീറ്ററിന്റെ പോകുന്നതായിരിക്കും. സ്വത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവനിത് പറയുന്നപ്പോൾ അവനെ ഭയപ്പെടുന്നു. അവനെ ഭയപ്പെടുന്ന ആത്മാവല്ല പുതിയ വിശ്വാസത്തിലോട്ടുള്ളത്. സ്വത്രം. ഞാൻ പറഞ്ഞത് ആർക്കും കലറിയ ശാലേമിനെ സമാധാന ഭവനത്തെ ആർക്കും കലറിയ, വിശ്വാസിക്ക് കലറിയ, പാസ്റ്റർമാർക്ക് കലറിയ, സകലർക്കും കലറിയ. സ്വത്രം. കല്ലറിനായിട്ടാണല്ലോ നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. പ്രതികൂലങ്ങൾ വരുമ്പോൾ, കല്ലേറ് വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ തിരിഞ്ഞു പോകുന്നതല്ല കൃപയുടെ പ്രമാണം പ്രാപിച്ച ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മധ്യത്തിൽ പ്രാർത്ഥന എന്നൊരു ആയുധം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് അവരെ ശീലിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പൊക്കെ തെറ്റിദ്ധാരണ ഇത് പഠനാട് സഭയിലോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ അവിടെ കണ്ണടച്ച മുഴങ്കാലിരുന്ന് അവരെ കാല് നോക്കിയാൽ അറിയാം തഴമ്പ് കാലിനകത്ത് മുഴങ്കാല്. പ്രാർത്ഥനയ്ക്ക് എപ്പോ ഇരുന്നാലും ഞാനിരിക്കും, എന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കും. ഇന്നലെ രാത്രി ഒരു പ്രാർത്ഥനാ വിഷയം വന്നു. കാര്യം ഓർത്ത് കുറിച്ച് പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ ആ സുഖമില്ലാതെ കിടന്ന വ്യക്തി ഫോണിൽ കൂടെ സംസാരിക്കാനായി അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ വാചകസത്തിൽ സാഹിത്യത്തിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും അവരെ ഉള്ളിൽ നിന്ന് എന്റെ കർത്താവ് അപ്പച്ച ആ അപ്പച്ചനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിടുതലാ. പ്രൈസ് ദി ലോർഡ്. വരുമ്പോൾ ഒരുമിച്ച് ഇന്നാൾ നമുക്കെതിരായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ സംസാരിച്ചു ഒന്ന് പ്രാർത്ഥിച്ചാൽ അവരെ വേറെ ഞാൻ അവരോട് പറയാറുണ്ട്, അവരെ കൊല്ലണം, പിടിക്കണം, ദൈവമേ നീ അവരെ സന്ദർശിക്കണം എന്നൊന്നും പ്രാർത്ഥിക്കരുത്. കർത്താവേ നിന്റെ സ്നേഹം അവരറിയുവാനിടയാകണമേ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് വേണ്ടത് വേണ്ടി ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ ഒരു ശക്തി, പ്രാർത്ഥനയുടെ ഒരു വലയമുണ്ടെങ്കിൽ ലോകത്തിന്റെ ശക്തികളെ നീ ഭയപ്പെടണ്ട. ഞാൻ പറയാറുണ്ട്, ബന്ധക്കോസ്തുകാരെ പേടിപ്പിക്കാൻ ഒരു മുടി, 2 നാഗവും ഒരു മൊട്ടെ ഒരു ഇച്ചിരി തെറ്റിക്കും കൂടെ നമ്മുടെ സഹോദരിമാര് ഒറ്റ പൊങ്ങല. അന്നേരം സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരും. പുള്ളി പിന്നെ അവർക്കല്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവകൃപയുടെ ശക്തിയാണ്. യേശുവിന്റെ ജീവൻ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളിയല്ല കേട്ടോ, ദൈവാത്മാവിൽ നീ പൂർണ്ണനായിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഒരന്ധകാര ശക്തിക്കും ദൈവകൃപയുടെ പൂർണ്ണതയിൽ നിന്നാൽ നിന്നെ തൊടാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദോഷം ഭവിക്കില്ല. കാരണം വേര് കെട്ടിയിട്ടുണ്ട്,
ആവശ്യത്തിന് നിൽക്കുമ്പോ ആ വീടുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങളുടെ ഒരു അപ്പച്ചനെയും വല്യപ്പനെയും വല്യമ്മയും ആദ്യം കാണുന്ന മുറിയുടെ അവിടെ വിട്ട് ലഭിപ്പിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ ഒരു തെങ്ങും ഉണ്ടായിരുന്നത് ബിരുദമായി. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, കാരണം അതിനകത്ത് പ്രാർത്ഥിച്ച് കട്ടിലോട്ട് അങ്ങോട്ട് കിടന്നാൽ 4 മണിയാകുമ്പോൾ സ്വോത്രം പറഞ്ഞ് തമ്പുരാൻ അങ്ങ് എഴുന്നേൽപ്പിക്കും. സ്വോത്രം ഒന്നും കാണത്തില്ല. അതിലെ വലത്തുകൂടെ ഇടത്തൂടെ പോകാറുണ്ട്. സ്വോത്രം വലത്തൂടെ തന്നെ പോകാറ്. വിശ്വാസി ലോകം പറയുന്നത് കേട്ട് നീ പേടിക്കരുത് കേട്ടോ. സ്വോത്രം ഇടത്തൂടെ വലത്തൂടെ മണ്ടയ്ക്കൂടെ പോട്ടു. നിനക്കെന്നാ പ്രൈസലോ. അല്ലെങ്കിൽ പിശാചിരിക്കുന്ന ഇല്ലാത്ത ഒരു സ്ഥലം ഭൂമിയിൽ അവിടെ അമേരിക്കൻ എന്ന സിസ്റ്റർമാരോട് ചോദിക്കും. അവിടെ കാണാം പിശാചിന്റെ വാസസ്ഥലം ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ 10 സെന്റ് നമുക്ക് അവിടെ ചെന്ന് മേടിക്കാം. പ്രൈസലോ. ഭൂമിയിൽ എല്ലായിടവും പിശാചിന്റെ അധീനതയുണ്ട്, ആധിക്യമുണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ നീ ദൈവകൃപയിൽ നിന്നാൽ പിശാച് നിന്നെ തൊടുകയില്ല. പ്രൈസലോ. നിന്റെ തലമുറയെ തൊടുകയില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും വിശ്വാസത്തിൽ ശക്തിയോടെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുണ്ട് സിജോ ഒന്ന് കൈവസിക്കാൻ പോലെ അതിന്റെ പാരമ്പര്യം ഞങ്ങൾ പിന്നെ മനസ്സിലാക്കിയപ്പോൾ വളരെ വളരെ നികൃഷ്ടമായ ഒരു പാരമ്പര്യ അനുഭവം അത് അവരുടെ വീടിനുണ്ടായിരുന്നു. ആ വീടിന്റെ അതിനെ കൊണ്ടുവന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന്റെ ആ ഒരു ബാക്കി എന്ന പോലെ ഇന്ന് കഴിഞ്ഞാൽ 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം പിശാചിനെ ശാസിച്ചു വിട്ടു. 2 പ്രാവശ്യം കുഞ്ഞ് കഴിക്കാനില്ല ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ അസുഖമല്ല ഭാഷ പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിഞ്ഞ മാസം ഉച്ചയ്ക്ക് കഴിച്ചോണ്ടിരുന്നപ്പോ ഇതുപോലെ ഒരു അസ്വസ്ഥ വന്നു. അന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം കഴിവ് നിർത്തി ഹാളിൽ വന്നു മുട്ടാമേ നിർത്തി ഈ കുഞ്ഞിനെ നടുക്കിരുത്തി. 10 മിനിറ്റ് ഒരു ആത്മാവിൽ പ്രാർത്ഥന കരം കോർത്ത് പിടിച്ചു. 12-ാമത്തെ മിനിറ്റിൽ ഈ കുഞ്ഞു ബോധരഹിതനായി താഴെ വീണു. ദേഹത്തുനിന്ന് ആ ദുഷ്ടശക്തി ഓടിപ്പോകുവാനായിടയായി. യേശുവിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണം. അതിന് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. സ്വത്രം മനുഷ്യൻ ശപിക്കട്ടെ, ദൈവം അനുഗ്രഹമാക്കാൻ പോകുകയാണ്. സ്വന്തം എനിക്കറിയാം, വിശ്വാസത്തിൽ വന്ന ചില പ്രിയപ്പെട്ടവരെ പിതാക്കന്മാരും മാതാക്കളും അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു ചെല്ലാത്തത് കൊണ്ട് ശപിച്ചിട്ടുണ്ട്. വലിയ നീചമായ ഭാഷകൾ ശാപങ്ങൾ അവരെ നേരെ ചൊരിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരോട് ചോദിച്ചു നോക്കൂ, ആ മക്കളോട് അല്ലെ മരുമക്കളോട് കൊച്ചുമക്കളോട് ചോദിച്ചു നോക്ക്, ആ ശാപങ്ങളെല്ലാം ദൈവം അനുഗ്രഹമാക്കുവാനായിടയായി. നിന്റെ തലമുറ ഇന്ന് നടക്കുമെന്ന് മനുഷ്യൻ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് നിന്റെ തലമുറയെ ദൈവം ദേശത്ത് ആദരിച്ചില്ലേ? നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കിട്ടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലേ? നിന്റെ ഭവനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി വാളെടുത്തത് കൊണ്ട് അപ്പൻ ശപിച്ചത്. ഇന്ന് മകൻ പ്രമാണത്തിന് വേണ്ടി നിനക്ക് വാളെടുക്കാൻ കഴിയുമോ? നമ്മുടെ വേഷത്തിലല്ല പ്രമാണം കാണിക്കാൻ. ഞാൻ ആരാധനയ്ക്ക് ഞങ്ങൾ പ്രദർശനം ഞാൻ എന്നെ പറയുന്നുണ്ട്. എന്നെ അറിയാവുന്ന ആളല്ലേ ടീഷർട്ട് മാർക്കിടാൻ എന്റെ പ്രധാന ടീഷർട്ടിനകത്തല്ല നമ്മുടെ ആത്മീയം ഇരിക്കുന്നത്, അതിന്റെ അകത്തെ മനുഷ്യൻ ശരിയാകണം. ദൈവമായിട്ട് നിനക്ക് വ്യക്തിപരമായി ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നമ്മൾ എത്ര പാടിയാലും പ്രാർത്ഥിച്ചാലും വ്യക്തിപരമായി മിനിഞ്ഞാന്ന് ഞാൻ അവരോട് പറഞ്ഞതാ, രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വലിയ കുഞ്ഞുങ്ങൾ പലരും രാത്രി അസമയത്ത് എഴുന്നേറ്റാൽ അവർ മുഴുകാൻ മടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാം. സ്തോത്രം. ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം, ആ ബന്ധം സകല ആപത്തിൽ നമ്മെ സൂക്ഷിക്കുവാനായിടയാകുന്നു. ആ ബന്ധമാണ് നിന്നെ ആത്മപൂർണ്ണനാക്കുന്നത്. കൂട്ടായ്മയ്ക്കകത്തിരുന്നാൽ നീ മൊത്തം ആത്മപൂർണ്ണനാകണമെന്നില്ല. ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം നിനക്കുണ്ടെങ്കിൽ ആരെല്ലാം നിന്നെ തള്ളിക്കളയിട്ട് ദൈവം നിന്റെ പക്ഷത്ത് കാണുവാനായിടയാകും. പ്രമാണത്തിന് വേണ്ടി വാളുകാലത്തിലെടുത്തു. ഏത് വാള് നമ്മെ പഠിപ്പിക്കുമോ? ദൈവത്തിന്റെ വചനം അതിലെ സകല ചിന്തകളെ
നമ്മൾ പുറമേ ഉള്ളതിനാ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പുറമെ അകത്ത് ആത്മീയമായ മാറ്റമുണ്ടെങ്കിൽ അതിന്റെ മാറ്റം പുറത്ത് വെളിപ്പെടും. പുറത്ത് വെളിപ്പെടാതിരിക്കുന്ന എന്നാ അറിയാമോ? അകത്ത് മാറ്റമില്ല കേട്ടാ. ഇന്ന് പകൽക്കാലം അകത്തൊരു മാറ്റം ഉണ്ടാകണം. അല്ലെങ്കിൽ അതിന്റെ ആത്മീയ മനുഷ്യൻ പൗലോസ് പറയുമ്പോൾ ആത്മീയ മനുഷ്യൻ പൂർവാധികം ആത്മാവിലൊന്ന് ശക്തിപ്പെടണം. ലേവി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രമാണം ഏറ്റെടുക്കുവാനായിട്ട് എല്ലാവരും പോയി വണങ്ങിയപ്പോൾ വണങ്ങാൻ അവൻ പോയില്ല. അവന്റെ കൂടാരത്തിനകത്ത് ദൈവമായിട്ട് അവൻ ബന്ധപ്പെട്ട് നിൽക്കുവാനായിടയായി. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും പോകുന്നത് പോലെ, എല്ലാവരും ചെയ്യുന്നത് പോലെ നിനക്ക് ചെയ്യാൻ ഒക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നീ ഒരു വിശേഷപ്പെട്ട പ്രമാണത്തിന് അധീനനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലേവി ദൈവത്തിന്റെ പ്രമാണം അവിടെ പറഞ്ഞിരിക്കുന്ന മോശ പറയുന്നത് യഹോവ കൽപ്പിക്കുന്നു. പുറപ്പാട് 32 യഹോവ കൽപ്പിച്ചത് അപ്പം കൽപ്പിച്ചതിനൊഴിയേക്കാൾ ലേവി ചെയ്യുവാനായിടയായി. അതുകൊണ്ട് അനുഗ്രഹം ശാപം മാറിയോ വായിക്കാം. ആവർത്തന പുസ്തകം എടുത്താട്ട് അതിന്റെ 33 അധ്യായത്തിന്റെ 8 മുതൽ വായിക്കാം. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത് നിന്റെ തുമ്മിയും ഉറിയും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. പ്രമാണത്തിന്റെ മുമ്പിൽ അപ്പനെ അമ്മയെ നോക്കരുതെന്ന് മോശയിൽ കൂടെ ദൈവം പറഞ്ഞു. അതുപോലെ ലേവി ചെയ്യുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയുടെ പ്രമാണത്തിന് മുമ്പിൽ അപ്പനെന്നോ അമ്മയോ നോക്കാതെ ദൈവം പറഞ്ഞത് ലേവി ചെയ്യുവാനായിടയായി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. വിശ്വാസ ജീവിതത്തിലോട്ട് വന്നാൽ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് 15 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ മാന്യനായ ഒരു ഓഫീസർ, ഗവൺമെന്റ് ഓഫീസർ ഞങ്ങൾ അടുത്തിരിക്കുക. ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. അതൊക്കെ ട്രാക്ടറൊക്കെ സുശേഷം പറഞ്ഞു കൊടുത്തു. സുശേഷം പറഞ്ഞു ബ്രദറെ നിർത്തിക്കാം. സുശേഷം പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ബ്രദർ ഒന്ന് കേൾക്കണം. ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാട്ട് എന്റെ സഹോദരനും കുടുംബവും നിങ്ങൾ ഈ പറയുന്ന വിശ്വാസ അനുഭവത്തിലേക്ക് നിങ്ങളിൽ ഒരുവരെ പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്തുകാർ അവര് പോയി ചെന്നത് വിശ്വാസത്തിലേക്ക്. അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറയാൻ പോകുന്നത്. അന്ന് ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചാൽ അതല്ല, ഞങ്ങൾ അവന് മുമ്പിൽ അവിശ്വാസികളാണ്. എന്റെ അപ്പന്റെ അമ്മയുടെ അടുക്കെ പോലും അവര് വേർപെടാനിടയാണ്. എങ്ങനെ ഒരു വേർപാടാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഇതെനിക്ക് വേണം. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പനെ അമ്മയും വിടണമെന്ന് പറഞ്ഞു. സ്വന്തക്കാരോട് വിടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വത്രം കല്യാണത്തിനൊക്കെ പോകണം. ഞായറാഴ്ച കല്യാണം ഒഴികെ ഞായറാഴ്ച സഭായോഗം മുടക്കി കല്യാണത്തിന് പോകുന്ന വിശ്വാസികൾ ഇല്ല. മുന്നിനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണത്തിന് വേണ്ടി ദൈവമക്കൾ നിൽക്കണം. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മനസ്സിലായി. ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൽ വന്നതുകൊണ്ട് അപ്പനെ അമ്മയും വെറുക്കണമെന്നല്ല, പ്രമാണത്തിൽ നീ നിൽക്കണം. അപ്പൻ ചോദിച്ചാൽ പ്രമാണം നീ പറയണം, അമ്മ ചോദിച്ചാൽ പ്രമാണം നീ പറയണം. സഹോദരന്മാരെടുക്കാൻ നീ പ്രമാണം പാലിക്കുന്നവനാണെന്ന് അവർക്ക് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ പത്രമായി പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിക്ക് തന്നിരിക്കുന്ന ഏറ്റവും മാതൃകരമായ ജീവിതം ഞാൻ ക്രിസ്തുവിന്റെ പത്രം എന്ന് പൗലോസ് പറയുന്നു. ആയതുപോലെ ക്രിസ്തുവിന്റെ പത്രമായി ദൈവമക്കൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രമാണത്തിന് മുമ്പിൽ ലേവി അപ്പനെന്നും അമ്മയെന്നും സഹോദരന്മാരും ഓർത്തില്ല. ദൈവം പറഞ്ഞത് അവർ ചെയ്യുവാനായിടയായി. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കുഞ്ഞുങ്ങളെ പ്രത്യേക മീറ്റിംഗ് നടത്തിയപ്പോൾ അപ്പച്ചന്റെ ഒരു സാക്ഷ്യം പലപ്പോഴും ഈ പിതാവിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അവിടെ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അന്ന് കുടുംബങ്ങൾ മുഴുവൻ പ്രതികൂലമായെങ്കിലും വിശ്വാസ ജീവിതത്തിലൂടെ ചുരുക്കം 1-2 പേര് മാത്രം ഈ പാണ്ടനാട് അന്നത്തെ യൗവനക്കാർ, അന്നൊരു നല്ല യൗവനക്കാരായിരുന്നു. അവർ ഇറങ്ങി തിരിച്ചു. അപ്പനോ അമ്മയോ എതിര് നിന്നിട്ട് വിശ്വാസ ജീവിതത്തിൽ പുറകോട്ട് മാറിയില്ല. കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ചറിയുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് പുറകിൽ ആ തലമുറകൾ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, കൊച്ചുമക്കൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ പുറമെ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അകത്ത് ദൈവത്തെ ബന്ധപ്പെടുത്തി ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ 3-4 തലമുറകൾ കർത്താവിനെ ആരാധിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായത്. ഹല്ലേലൂയ.
വിശ്വാസ ജീവിതത്തിൽ ശക്തിയോടെ നിൽക്കുവാൻ ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 3-4 തലമുറകളോട് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കട്ടെ, നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഈ കൃപയുടെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിനക്ക് വലിയ പേരുകളെ കിട്ടിയില്ലെന്നില്ലായിരിക്കും, ആരും നിന്നെ മാനിച്ചില്ലെന്നില്ലായിരിക്കും, വേണ്ടാന്ന് ഇതൊക്കെ ഇവിടം കൊണ്ട് തീരുന്നതാ. അങ്ങേ കലയിലാണ് നിനക്ക് പ്രതിഫലം ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവർ കർത്താവിന്റെ പ്രമാണം പാലിച്ചത് കൊണ്ട് ദൈവം പറയുക, നീ അവർക്ക് കൊടുത്ത പ്രമാണം കൊടുത്തു. സ്വന്തം മക്കളെ പോലും വെട്ടിക്കളഞ്ഞത്, സ്വന്തം മക്കളെന്ന് പോലും ഓർത്തില്ല. അടുത്തത്, നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം അവർ കാത്തു. അടുത്തത്, അപ്പം പറഞ്ഞു ഇവന്മാര് പറയുന്ന ഒന്നും കേൾക്കരുത്. ദൈവം നേരെ തിരിച്ചു പറയുക, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കും. വല്ല ഉപദേശം അപ്പം പറഞ്ഞ മംഗളം കേൾക്കരുത്. ദൈവം പറയാ, വല്ല ഉപദേശവും കേൾക്കണമെങ്കിൽ ലേവ്യന്റെ അടുക്കെ വന്നോണം. പ്രൈസ് ദി ലോർഡ്. വല്ല ആലോചനയും കേൾക്കണമെങ്കിൽ ലേവ്യന്റെ അടുക്കെ വന്നോണം. അപ്പം പറഞ്ഞ് കേൾക്കരുതെന്ന് ദൈവം പറഞ്ഞു. വല്ലതും കേൾക്കണമെങ്കിൽ ബാക്കി 11 പേരും അവന്റെ അടുക്കെ ചെല്ലണം. സ്വത്രം 11 ഗോത്രങ്ങളും അവന്റെ അടുക്കൽ ചെല്ലണം. ശക്തമായ ഒരു ദൈവാത്മാവിന്റെ ഇടപെടൽ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകല് നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ വിലക്കുകൾ കൽപ്പിച്ച്, ഹല്ലേലൂയ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ വിലക്കുകൾ കൽപ്പിച്ച് പോരാടിയ ശക്തികളുടെ മുമ്പിൽ, വ്യക്തികളുടെ മുമ്പിൽ നീ ഇന്ന് പകൽക്കാലം ദൈവകൃപയുടെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ ദേശത്ത് ആദരിക്കാൻ പോവുക, നിന്റെ തലമുറയെ ദേശം ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. നിന്റെ എടുക്കൽ ചില പ്രാർത്ഥനയ്ക്കായിട്ട് വരാൻ പോവുക, നിന്റെ എടുക്കൽ ചില ഉപദേശത്തിനായിട്ട് വരാൻ പോവുക, സ്വീകരിക്കാൻ പോവുക. നീ അനുഗമിക്കുന്ന യേശുവിനെ ചിലർ അനുഗമിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനുഷ്യന്റെ ശാപമോടെ കടക്കട്ടെ, പിതാക്കന്മാരുടെ ശാപമോടെ കടക്കട്ടെ, ലോകത്തിന്റെ ശാപമോടെ കടക്കട്ടെ, നിന്ന വാക്കുകളോടെ കടക്കട്ടെ. നീ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ഞങ്ങൾ ഒരു സ്ഥാപനം നടത്തുക. ഓരോ ദിവസവും പല വാക്കുകൾ ഞങ്ങൾ കേൾക്കാം. ചിലരെ കേട്ടിട്ട് വന്ന് പറയും, പക്ഷെ ഇങ്ങനൊന്നും കേട്ടല്ലോ, എനിക്ക് ബ്രദറിന് ഞങ്ങളെ കുറിച്ച് അഭിപ്രായം. എനിക്ക് അഭിപ്രായം അന്നാ പൊയ്ക്കാട്ട്. സ്തോത്രം. സ്തോത്രം. ഞാൻ എന്റെ കുടുംബത്തോടെ, ഈ കുഞ്ഞുങ്ങളോട് നമ്മെ കാണുന്ന ഒരു കർത്താവ്, സ്തോത്രം, അവന്റെ മുമ്പിലൊന്നും മറവല്ല. നാം അവനെ സ്നേഹിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത പലതും ദൈവം നമുക്ക് തരും. സ്തോത്രം. ഞങ്ങൾ കുടിക്കാത്ത കിണറിനാണ് ഞങ്ങളിപ്പോ എല്ലാവരും കൂടെ വെള്ളം കുടിക്കുന്ന. സ്തോത്രം. ഞങ്ങൾ പണിതില്ല, കോൺട്രാക്ട് പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ലോകം നമ്മളെ ദുഷിക്കട്ടെ. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല. പറയട്ടെ, നമ്മൾ ഗണ്യമാക്കത്തില്ല, പറയട്ടെ. പക്ഷേ ദൈവം നട്ടതിനെ ഒരു ശക്തിക്കും പിഴുതു കളയാൻ സാധ്യമല്ല. അത് രാഷ്ട്രീയമാണെങ്കിലും കൊള്ളാം, മതമാണെങ്കിലും കൊള്ളാം, സംഘടനകളാണെങ്കിലും കൊള്ളാം. സ്തോത്രം. ഞങ്ങളുടെ അനുഭവം ഈ 5 വർഷത്തിനിടയിൽ ധാരാളം ശാസ്ത്രങ്ങളല്ല അല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിന് നേരെ വന്നിട്ടുണ്ട്. സ്തോത്രം. മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ, അതാണ് എന്റെ മൂത്ത മോള് 10ാം ക്ലാസ്സില, കൊച്ചു കുഞ്ഞുങ്ങൾ പുറകിലുണ്ട്, മോള് ഉറങ്ങാനുണ്ടെന്ന്. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും പ്ലേറ്റ് ഒന്നാണ്. സ്തോത്രം. ചിലർക്ക് തെറ്റിദ്ധാരണ കണ്ടേക്കാം. നിങ്ങൾക്ക് അവിടെ കയറി വരാൻ നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഇതുവരെ അതിനകത്ത് കോമ്പൗണ്ട് ചവിട്ടാത്ത ആൾക്കാർ ഇന്ന് കയറി വരണം. നിങ്ങളുടെ ഈ സഭയുടെ എവിടെയെന്നാണ്. സ്തോത്രം. ലോകം പലതും പറഞ്ഞേക്കാം. അവിടെ വരണം, അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ കണ്ട് അത് നിങ്ങൾ 2 പ്രാവശ്യം വന്ന് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതുകൂടെ പമ്പ കിടക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പാണ്ടിനാട് സഭ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പല ദൈവങ്ങളുണ്ട്. എനിക്കറിയാം. ഇന്നത്തെ പ്രാർത്ഥനാ വാചകത്തിൽ പോലും ഞാനത് കേൾക്കുകയുണ്ടായി. അത് കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്കറിയാം. മിച്ചുമാരൊക്കെ കണ്ട നാൾ മുതൽ സന്തോഷത്തോടെ എന്നെ ഇപ്പോഴും കാണുമ്പോൾ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അമ്മച്ചിമാരുണ്ട്. അവയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്.
അത് ലോകം നമുക്ക് അനുകൂലമല്ല. ലോകം എന്തും പറയട്ടെ, കർത്താവ് നിനക്ക് തുണയാണോ, ദൈവം നിന്നെ സഹായിപ്പാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയാ, എന്തെങ്കിലും ആലോചന, എന്തെങ്കിലും ദൂത്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഇസ്രായേൽ ഗണം മുഴുവൻ ലേവ്യന്റെ അടുക്കൽ വരണം. ഞാൻ അവനൊരു പ്രത്യേക അധികാരം, ഒരു ശുശ്രൂഷ പദവി ഞാൻ അവന് കൊടുക്കാൻ പോവുകയാണ്. താഴോട്ട് വായിച്ചാട്ടോ, എന്തൊക്കെയാ ദൈവം അവന് കൊടുക്കുന്നത്, എങ്ങനെയാണ് ദൈവം അവനെ ആക്കുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പന്റെ ശാപമേറ്റ ലേവ്യനെ കുറിച്ച് ദൈവം പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ സുഗന്ധധൂപമായും. അടുത്തത്, അവന്റെ യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അടുത്തത്, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അപ്പം പറഞ്ഞു, ഇവന്മാരും കൂടൊന്നും ആരും കൂടരുത്, ചേരരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവസന്നിധി ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ലേവ്യന്റെ ധനത്തെ, അവന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇതിന്റെ മേലുള്ള മാനുഷിക ശാപങ്ങളെ ദൈവം മാറ്റുക. സ്വത്രം. ഹല്ലേലൂയ. നീ കേൾക്കെ, നിനക്കെതിരെ ഹല്ലേലൂയ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചില വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല. ദൈവാത്മാവിന് പകൽക്കാലം ഇടപെടുക. നിന്റെ തലമുറക്കെതിരെ സംസാരിച്ച, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ സംസാരിച്ച, ബന്ധങ്ങൾക്കെതിരെ സംസാരിച്ച, ആത്മീയ വിഷയങ്ങൾക്കെതിരെ സംസാരിച്ച ആ ശാപത്തിന്റെ വാക്കുകൾ ചിലപ്പോൾ നീ അത് മറന്നേക്കാം. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ ഓർപ്പിക്കുക. വചനത്തിൽ കൂടെ ദൈവം ഹല്ലേലൂയ അതൊന്ന് മാറ്റാൻ പോവുക. അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ദൈവം ഒന്ന് ചെയ്യാൻ പോവുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം ഒന്ന് ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. രക്തത്താൽ ജയം. നമുക്കറിയാം, ദൈവത്തിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിർത്താം. ദാവീദിനെ ഗോലിയാത്ത് അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചതായിട്ട് കാണും. നീ നിന്നെ എട്ടി നിർത്തി ആകാശത്തിലെ പറവകൾക്ക് ഞാൻ ആകാരമായി കൊടുക്കുമെന്ന് പറഞ്ഞ് അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. ഇനി പുതുനിയമത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് ശപഥമെടുത്തെന്നാണ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ കാണുന്നത്. സ്വത്രം, സ്വത്രം, സ്വത്രം. ഞാനകത്ത് വായിച്ചിട്ടുണ്ട്, ഒരു പുള്ളി വേറൊരു പുള്ളി ആ പുള്ളിക്ക് വർഷം ചെയ്തുകൊണ്ട് ആ പുള്ളി ഈ അതിന്റെ പുള്ളി വലിയ പുള്ളിയാണ്. ഇത് പറഞ്ഞു, നീ നിന്റെ നാശക്കാരാണെന്ന് എന്റെ ജട കിട്ടുകയില്ല. പണ്ട് പഠിച്ചപ്പോഴെന്നാണ്ട് പഠിച്ചിട്ടുണ്ട്, ജട കിട്ടുകയില്ല. മനുഷ്യന്റെ ശാപമാ കേട്ടോ. കൊന്നിട്ടല്ലാതെ, പൗലോസിനെ കൊന്നു മുടിച്ചിട്ടല്ലാതെ ഭക്ഷണമോ എത്ര പല യഹൂദന്മാരാ, 40 പല യഹൂദന്മാർ കഠിന ശപഥം എടുത്തു. പൗലോസിനെ അവരുടെ കയ്യിൽ കിട്ടിയോ? ആരാ? പുതുനിയമത്തിലെ ഭക്തനാ, യേശുവിന്റെ വെളിപ്പാട് അനുഭവിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടേണ്ടതിന് യേശു നിമിത്തം ഞാൻ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ഭക്തന് വ്യക്തമായ ഒരു ഉറപ്പുണ്ട്, എന്നിൽ ജീവിക്കുന്നത് എന്റെ യേശുവ, എന്റെ യേശുവിന്റെ ആത്മാവിനാലാണ് ഞാൻ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ യഹൂദന്മാർക്കോ ഈ 40 പേർക്കോ അവരുടെ തീരുമാനങ്ങൾക്കോ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ ശപഥം ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവം നിനക്കൊരു ആത്മീയ സുരക്ഷിതത്വം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവകൃപയുടെ ഒരു പ്രൊട്ടക്ഷൻ, ദൂതന്മാരുടെ കാവല് ദൈവം നിനക്ക് നിന്റെ തലമുറകൾക്ക് നൽകി തന്ന് ദേശത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ പുതിയ നിയമത്തിലേക്ക് വരാം. ഗലാത്യലേഖനം, എന്റെ വാക്കുകളെ നിർത്തണേ. ഗലാത്യലേഖനം അതിന് 3:11 വാക്യം വായിച്ചു. ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിൽ 13 മുതൽ മരത്തിൽ തൂങ്ങുന്നവരെ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ പാടുമല്ലോ, നിൻ മരണം കൊണ്ടെന്റെ വൻമരണം നീയകറ്റി. യേശുവിന്റെ മരണം കൊണ്ട് നമ്മുടെ മരണത്തെ, പാപത്തിലുള്ള മരണത്തെ
പല്ലിന് പകരം പല്ല്, അതൊക്കെയായിരുന്നു ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി. എങ്ങനെ? അവിടെ വായിക്കുന്നു, 13-ാം വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവമക്കളെ, ന്യായപ്രമാണത്തിന്റെ ആ വലിയ ശാപത്തിൽ നിന്ന്, ആ കടബാധ്യതയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ മരണത്താൽ, അവന്റെ ശാപമരണത്താൽ എങ്ങനെയാണ് മരിച്ചത്? മരത്തിൽ തൂങ്ങുന്നവൻ. അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഏറ്റവും നികൃഷ്ടന്മാരായ ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന വധശിക്ഷയാണ് മരക്കുരിശിലുള്ള മരണം എന്ന് പറയുന്നത്. ആ ഗണത്തിൽ നമ്മുടെ കർത്താവിനെ അകപ്പെടുത്തുവാനായി ഇടയായി. ശാപത്തിന്റെ ദിനമായ ക്രൂശിനെ, ആ പച്ച മരക്കുരിശിലേക്ക് അവന്റെ ആ പച്ച ശരീരം ഏൽപ്പിക്കപ്പെടുവാനായി ഇടയായി. യേശു കാൽവരിയിൽ മരിച്ചത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി കൃപയുടെ പ്രമാണത്തിന് അധീനരാക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ച, അതിന്റെ പിന്നത്തെ ഞായറാഴ്ച, അതിന്റെ തലേ ഞായറാഴ്ച ഇവിടെ കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ ഞാൻ പുറത്ത് ശ്രദ്ധിക്കുകയുണ്ടായി. സ്തോത്രം. നമ്മൾ പലപ്പോഴും കർത്താവിന്റെ മേശയിൽ പങ്കുകാരായി തീരുന്നവരാണ്. അല്ലെങ്കിൽ ആ മേശയോട് അടുക്കുമ്പോൾ മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ നാം ധ്യാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരുവാനായി ഇടയാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ചെറിയ കാര്യമല്ല. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, മരണത്തിന്റെ അധികാരിയിൽ നിന്ന് നമ്മെ അവന്റെ മരണമൂലം വിലയ്ക്ക് വാങ്ങുവാനായി ഇടയായി. പ്രൈസ് ദി ലോർഡ്. ജീവനെന്ന മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മയൊക്കെ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ അവൻ നമ്മെ രക്ഷിക്കുവാനായി ഇടയായി. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് വേണ്ടി ശാപം മരണം ഭരിക്കുവാനായി ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ ക്രൂശിനെ നമ്മുടെ ജീവിതത്തിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ആത്മപൂർണ്ണരായി നാം മുന്നേറുമ്പോൾ ഒരു ശാപങ്ങളും ഒരു സാത്താന്യ ശക്തികളും നമ്മുടെ മേൽ അവകാശം പറയില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യം ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആരാണ് വ്യക്തമായി നമുക്ക് തന്നെ ഉറപ്പുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവമക്കളാണ്. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. സ്വത്രം. ആ വലിയ ഉറപ്പ് നമ്മെ ഭരിക്കുന്നെങ്കിൽ, യേശുവിന്റെ ക്രൂശിനെ നാം ധ്യാനിക്കുന്നെങ്കിൽ, അവന്റെ ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ, കഷ്ടപ്പാടുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓർത്ത് യേശുവിനോട് നാം ചേർന്നിരിക്കുന്നെങ്കിൽ ഒന്നും നമ്മുടെ മേൽ ഏശുകയില്ല. നാം ജയാളികളായി മുന്നേറുവാൻ ദൈവമിടയാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ശാപത്തെ, ദേവന്മാരുടെ നാമത്തിലുള്ള ശാപത്തെ, മാനുഷിക ഗൂഢാലോചനകളുടെ ശാപത്തെ ദൈവം മാറ്റി. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ശാപത്തിന്റെ ചിഹ്നമായ മലക്കുരിശിൽ യാഗമായി തീരുവാനായിടയാണ്. ആ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ആത്മശക്തിയിൽ മുന്നേറുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതിലുള്ള സാക്ഷ്യവാചകളോടെ പറയട്ടെ. എന്റെ ജീവിതത്തിൽ പ്രിയ മോനിച്ചാൻ പറഞ്ഞല്ലോ, ഞങ്ങളിന്നലെ ഇന്നലെയും നൂറിനാട് കുഷ്ഠരോഗ ആശുപത്രി സന്ദർശിക്കാനായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം. ഞാൻ ഇന്നലെ എന്തെങ്കിലും കൂടെ കണക്കുകൂട്ടി 13-ാമത്തെ പ്രാവശ്യമാണ് ആ സ്ഥാപനം സന്ദർശിപ്പാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തരുന്നത്. ഞാൻ മോനിച്ചാനോട് ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ചെല്ലുന്ന സമയം അവിടെ സന്ദർശനം കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു പ്രത്യേക വാതിൽ ഡെറ്റോൾ വെള്ളം ടാങ്കിനകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ വേറൊരു ജോലി ഡ്രസ്സ് കൂടെ കൊണ്ടുപോകണം. ഇട്ടോട്ട് പോകുന്ന ഡ്രസ്സ് പിന്നെ അവർ ഇങ്ങോട്ട് ഇട്ട് തരത്തില്ല. തോർത്തും പുതിയതും കൊണ്ടുപോകണം. ആ തോർത്തും നമുക്ക് തരത്തില്ല. അത് മുഴുവൻ അവിടെ കത്തിച്ച് കളയണം. അങ്ങനെ ഒരു അനുഭവമാണ് ഞങ്ങൾ ആദ്യ കാലങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ. എന്നാൽ ഇന്ന് അവിടുത്തെ രോഗികൾ, ആൾക്കാർക്കൊക്കെ രോഗം പലർക്കും ഭേദമായി എങ്കിലും വലിയ മാരകമായ വ്രണങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന ചില സിസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് കാണുവാനായി. നമ്മളൊക്കെ ഉപദേശം കാര്യങ്ങളൊക്കെ പറയുന്നവരാണ്. എന്നാൽ ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം അവർ മറ്റുള്ളവരിലേക്ക് അവർ അനുഭവിക്കുന്ന ആ സ്നേഹം അവരുടെ സേവനങ്ങളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകർന്ന് അത് നാറ്റം കൊണ്ട് ഒരു വാക്കിനൊന്നും നിൽക്കാനൊക്കത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർഡിൽ ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾ പലരും വെളിയിലിറങ്ങിപ്പോയി. നാറ്റം കൊണ്ട് നിൽക്കാനൊക്കെ കഴിയില്ല. എന്നാൽ അവിടെ ചെറുപ്പക്കാരത്തിയ ഞങ്ങൾ ആ സിസ്റ്റർമാരെ രണ്ടുപേരും പരിചയപ്പെട്ടു. ഏകദേശം 21-23 വയസ്സുള്ള കോതമംഗലംകാരായ 2 ചെറുപ്പക്കാരത്തി സിസ്റ്റേഴ്സ് അവിടെ നിന്ന് ആ വ്രണം കഴുകി അത് വെച്ച് കെട്ടുന്നത് കണ്ട് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ പഠിച്ച യേശുവിന്റെ സ്നേഹം ഞങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഒരു മെയിൻ സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ കണ്ടേ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സേവനം
എന്താണ് അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നത്? കർത്താവിന്റെ സ്നേഹം. നമ്മുടെ കർത്താവിന്റെ സ്നേഹം സഭാകളിനകത്തും നമ്മുടെ മാസയോഗത്തിനകത്തും കൂട്ടായ്മയ്ക്കകത്തും ഒക്കെയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹകരിപ്പാനും അവർക്ക് വേണ്ടി ഭാരം ചുമക്കുവാനും അവരെ ഹെൽപ്പ് ചെയ്യുവാനുമുള്ള ഒരാഴമായ മനസ്സിൽ ഉണ്ടാകണം. ഞാൻ പ്രാവശ്യം അപ്പച്ചനോട് പോലും പറഞ്ഞില്ല. ഞാൻ അപ്പച്ചൻ അറിഞ്ഞു, സ്വതന്ത്രം അപ്പച്ചനറിയാതെ ഒരു കാര്യം നടക്കുന്നില്ല. അമ്മച്ചി അറിയാതെ, മോനിച്ചാനും അറിയാതെ. മോനിച്ചാനും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 10 പേർക്കല്ലേ 21 പേർക്ക് ബുക്ക് മേടിച്ചെങ്കിൽ അതിന്റെ ദശാംശം സമ്പത്തൊത്തിരി ഉണ്ടായിട്ടല്ല, പാവപ്പെട്ടവരായ ചില കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറയും, തിരുവനന്തപുരം സ്കൂളില് അതുപോലെ തന്നെ ഈ കൊച്ചു സ്കൂളില് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ സഹായിക്കുക. അവർക്ക് വലിയ ആശ്വാസം, ഒരു ബുക്കോ ഒരു കൊടയോ ഒക്കെ കിട്ടുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്, സ്വതന്ത്രം. അതുപോലെ ചില സ്ഥാപനങ്ങൾ ഇതിനിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാനാണ്, ഓൾഡ് ഏജ് ഹോമുകൾ. നമ്മുടെ അടുത്തുണ്ട് കല്ലിശ്ശേരി മരിപ്പച്ച. അവിടെ എല്ലാം മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഒരു ദിവസം അവരെ വാർത്തകൾ കഴുകി കൊടുക്കുന്നതും അവരെ കൂടെ അല്പസമയം ആയിരിക്കുന്നതും വലിയൊരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് വലിയ സന്തോഷമാണ്. അവർ യേശുവിനെ അറിയുവാനായിരയാകണം. കഴിഞ്ഞ ദിവസം ഇന്നലെ ആ സിസ്റ്റർ എന്നോട് പറയുണ്ടായി, പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ വന്ന് സഹകരിച്ചതുപോലെ ഒരുത്തരും സഹകരിച്ചിട്ടില്ല. അതിന്റെ മഹത്വം കർത്താവിന് പ്രിയ മോനിച്ചാൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഒരു എമൗണ്ടിന്റെ മെഡിസിൻ അവിടെ കൊടുക്കുവാനായിരയായി. ഇന്നലെ അതുപോലെ നല്ല ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവർക്ക് ഡ്രസ്സും അതുപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ ഇന്നലെ ഞങ്ങൾ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുപോകാനായിരയായി. ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ള അവർക്ക് സമ്പത്ത് കാത്തിക്കും കേരനും ഒക്കെ സമ്പത്ത് ഒത്തിരി ഉള്ളതുകൊണ്ടല്ല. അവരെല്ലാം കേരളത്തിന്റെ സാക്ഷ്യം, കാത്തിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. വളരെ വലിയ പണക്കാരത്തിയൊന്നുമല്ല കേട്ടോ, പണക്കാരത്തിയല്ല പുള്ളിക്കാരത്തി. അവർ വളരെ സാധു സ്ത്രീയാണ്. എന്നാൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നന്മയിൽ നിന്നും അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, പ്രിയ മോനിച്ചാനും അമ്മാമിക്കും ഒക്കെ അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്ഥിതി നമ്മുടെ അടുത്തുള്ളവരെ ബലഹീനരെ നാം മറക്കരുത്. പാസ്റ്റർ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ചെന്നാൽ കറുപ്പുമില്ല വെളുപ്പുമില്ല ഭാഷയില്ല. സ്വത്രം ഇതെല്ലാം പെന്തക്കോസ്തുകാരും നല്ലതുപോലെ അറിഞ്ഞാൽ നന്നായിരുന്നു. സ്വത്രം അവിടെ ഒരു കറുപ്പുമില്ല. അവിടെ സ്വത്രം കുറെ എനിക്കറിയാം. അവിടെ കറുപ്പുമില്ല വെളുപ്പുമില്ല. എന്നോട് ഞാൻ നേരത്തിനോട് പറയട്ടെ, മൈക്കിൽ നിന്ന് മാറി എന്നാണ് പറയാം. മുറിയാക്കരയിലെ സ്ത്രീയായ ക്രിസ്ത്യാനിൽപ്പെട്ട ഒരു സഹോദരി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പെലേരുടെ മക്കളോട് പെലെല്ലാവരും ഭാഷ പിള്ളേരും താമസിക്കുന്നത്. സ്വതന്ത്രം ഞാൻ ഒന്നും ആദ്യം വേണ്ടിയില്ല. സ്വതന്ത്രം ഞാൻ അവസാനം സഹിക്കാൻ വയ്യ. ഞാൻ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മച്ചിയുടെ കൊച്ചുമക്കള് ഇങ്ങനെ ഒരു സ്ഥിതിയാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇവിടെ സ്വതന്ത്രം ദൈവസന്നിധിയിൽ കറുപ്പും വെളുപ്പൊന്നുമില്ല കേട്ടോ. സ്വതന്ത്രം നമ്മുടെ സഭയുടെ ഒക്കെ നിയമങ്ങൾ മാറ്റിയെടുക്കേണ്ട കാലം കഴിഞ്ഞു. സ്വതന്ത്രം മറ്റുള്ളവരുടെ എന്നാൽ അവരെ കൂടെ ഉൾക്കൊള്ളുവാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാകണം. അതില്ലാത്ത ആത്മീയമൊന്നും നമ്മുടെ ആത്മീയമൊന്നും അല്ല കേട്ടോ. സ്വതന്ത്രം സ്വതന്ത്രം അവസാനം കൊണ്ടിട്ടോ ചില്ലിയോ. സ്വതന്ത്രം ഞാൻ ഈ കുഞ്ഞുങ്ങളിൽ കൂടെ കാണുന്ന എന്റെ കർത്താവിനെ, എന്റെ കൈ ഒന്ന് മുറിഞ്ഞാൽ ഇവര് പലരും കരയും. ലോകം പലതും പറഞ്ഞേക്കാം. കാരണം ഞങ്ങൾ ആ രീതിയിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അവർ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും. സ്വർഗത്തിൽ കറുപ്പും വെളുപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ. അവിടെ മദാമയുമില്ല, സാഹിബുമില്ല, നീഗ്രോയുമില്ല, ഇവിടുത്തെ PRBSും ഇല്ല, KPMSും ഇല്ല. ഒന്നേ പോലെ ദൈവമക്കൾ. ആ ഒരു വലിയ ദർശനത്തിലേക്ക് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാത്തി പറഞ്ഞോളൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്നലെ പലരും കൈ തെറ്റോല്ല. ഞാൻ വിനീഷിനെയൊക്കെ ശ്രദ്ധിച്ചു. ഞങ്ങൾ പറയാം, കൈ പാർട്ടിയുടെ മുറിഞ്ഞു പോയി. ഞങ്ങൾ ചോക്ലേറ്റ് കൊടുത്തത് മുറിക്കാനായിട്ട് അവർക്ക് കഴിയില്ല. ഞങ്ങൾ പറയാതെ ഞങ്ങളോട് വെല്ലുവിളിക്കണം. അവർ ആ പാക്കറ്റ് അവരെ കയ്യിൽ നിന്ന് മേടിച്ച് മുറിച്ച് അത് പാക്കറ്റ് പൊളിച്ച് അവർക്ക് കൊടുക്കുന്ന കാഴ്ച ഞങ്ങൾ പറയാതെ, ഞങ്ങളാരും പറയാതെ അവർ ചെയ്യുന്നത് കണ്ടു. അതിനവരെ പ്രേരിപ്പിച്ചത് അവരുടെ ഉള്ളിലുള്ള കർത്താവിന്റെ സ്നേഹം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു വലിയ ദർശനത്തിലേക്ക് മുന്നേറട്ടെ. ഇങ്ങനെ സമയത്തുള്ള കർത്താവിന്റെ ദാസന്റെ സഭയ്ക്കും വന്നോടിയിരിക്കുന്നു ദൈവം. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം തണുപ്പും ദൈവജനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുവാനിടയാണ്.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പാണനാട് നോർത്ത് ബഥേൽ അസംബ്ലീസ് സഭയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കൂടുന്ന ചുരുക്കം ചില ദൈവമക്കളുമായിട്ട് ചിലരെ കടന്നു വന്നിട്ടില്ല. ആയിരിക്കാൻ ഇടയായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഭക്തന്മാരുടെ ആരാധനയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്വർഗം ചായിച്ചിറങ്ങി വരണമേ. കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം എവിടെയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ആശ്വാസം വെളിപ്പെട്ടിട്ടുണ്ട്, ദൈവകൃപയുടെ ആനന്ദം വെളിപ്പെട്ടിട്ടുണ്ട്, സൗഖ്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ നാം ഒരുക്കപ്പെട്ടാൽ മതി. ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഡോക്ടർ ജേക്കബ് ജോർജിനോടും കുടുംബത്തോടും പ്രിയ അപ്പച്ചൻ, അമ്മച്ചി, അതുപോലെ തന്നെ സിസ്റ്റർ കാറ്റി, ഹേലൻ ഇവരോട് ഒരുമിച്ച് ഇന്ന് പകൽ ആരാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ്. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആദ്യം പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ തുടങ്ങി ദൈവമക്കളുടെ ശുശ്രൂഷയൊക്കെ പഴയ നിയമത്തിൽ തന്നെ അവസാനിക്കത്തില്ലല്ലോ. പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ അവസാനിക്കുന്നത് കൃപയുടെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ തന്നെ എടുത്ത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഓരോരുത്തർക്കും കൃപ വ്യത്യസ്തമാണല്ലോ. ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ചാണല്ലോ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് പകൽക്കാലം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 5 മുതൽ 8 വരെ വായിച്ചാണ്. ശിമോനും സഹോദരന്മാർ അവർ വളരെ സാഹസത്തിനായിരുന്നു. എന്നോടമേ അവരുടെ മന്ത്രത്തിൽ കൂടരുത്, എന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരെ പതിയൊടിച്ചു. അവരുടെ ഉഗ്രഹവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ ഭയക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അവിടെ വായിക്കുന്നത് ചിലപ്പോ ചിലരെങ്കിലും ചിന്തിച്ചാണ് ഈ വാക്യം അങ്ങനെ ഇന്ന് സഭായോഗത്തിൽ എല്ലാ വാക്യത്തിനകത്തോടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് തന്റെ 12 മക്കളെ തന്റെ ജീവിതകാലം അവസാനിക്കുന്നതിന് മുമ്പായി വസ്തുപ്രകാരം പറഞ്ഞ് അനുഗ്രഹിക്കാനായിട്ട് അവരെ അടുക്കൽ വിളിച്ചത്. 12 പേരെ നിരത്തി നിർത്തിയതിനു ശേഷം വരി ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത് ഞാൻ പറയാം. പിതാക്കന്മാരുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ടതാകട്ടോ. എന്റെ അമ്മ പറയാറുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അമ്മയുടെ അപ്പൻ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് അപ്പച്ചന്റെ ആ ഷേപ്പായിരിക്കും, നല്ല നീളവും ആ ഷേപ്പാണ്. അപ്പച്ചൻ മരിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പേ വേറെ ഒത്തിരി കൊച്ചുമക്കളുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ മക്കൾ 8 പേരാ. 8-ാമനാണ്. 4 ആണും 4 പെണ്ണും. അപ്പോൾ എന്നെ അടുക്ക വിളിച്ച് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ അത് പറയാറുണ്ട്. പിതാക്കന്മാരുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ട. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവരെ അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. യാക്കോബ് തന്റെ 12 മക്കളെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിക്കാനായിട്ട് കരം നീട്ടുക അവരുടെ ശിരസിന്മേൽ. നമുക്കറിയാം, ആദ്യമായിട്ട് രൂപേനെ അനുഗ്രഹിക്കുക, നല്ല കാര്യങ്ങളൊക്കെയാ പറഞ്ഞത് നമുക്കറിയാം. എന്നാൽ ശിമിയോന്റെയും ലേവിയുടെയും ശിരസിന്മേൽ കരം നീട്ടിയപ്പോൾ അനുഗ്രഹത്തിന്റെ വാചകത്തിന് പകരം ആ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അനുഗ്രഹ വാചകങ്ങളെല്ലാം വന്നത് ശാപത്തിന്റെ വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് പകരം ശാപം മുറിക്കാനോ അടിക്കാനോ കെട്ടാനോ അല്ല ഞാനിവിടെ വന്നത്. ഏതെങ്കിലും ശാപങ്ങളുണ്ടെങ്കിൽ, പിതാക്കന്മാരുടെ ശാപമുണ്ടെങ്കിൽ, മാനുഷികമായിട്ടുള്ള ശാപങ്ങളുണ്ടെങ്കിൽ സകലതും മാറ്റിയ ക്രൂശിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ അനുഭവമാകുമ്പോൾ ഈ ശാപങ്ങളെ ഒന്നും ദൈവമക്കൾ ഗണ്യമാക്കരുത്. നമ്മുടെ നാട്ടുഭാഷയിൽ പറയും ഒരു പ്രാവിയെന്ന്. പ്രാവിയ വിശ്വാസി ആരെല്ലാം നിന്നെ ഏതെല്ലാം ഭാഷ പറഞ്ഞ് പ്രാവിയാലും നിന്റെ മേൽ യേശുകയില്ല. നീ പേടിക്കാതിരുന്നാൽ മതി. ദൈവവചനം പറയുന്നു, നിനക്ക് നീ പേടിക്കുന്നത് നിനക്ക് ഭവിക്കുവാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ പേടിച്ചാൽ പിശാച് നിന്റെ വീട്ടിനകത്ത് സിംഹാസനമിട്ടിരിക്കുവാനായിടയാകും. ദൈവത്തെ നീ ഭയപ്പെട്ടാൽ ദൈവം നിന്റെ വീടിനകത്ത് സിംഹാസനസ്ഥനാകുവാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. ആദ്യാലയത്തെ പേടിച്ചാൽ ആദ്യാലയത്തിന്റെ കൂടെ പുറപ്പോഴും നിന്റെ പുറകെ വരും. മറ്റു ദുഷ്ടശക്തികളെ പേടിച്ചാൽ അത് നിന്നെ വിട്ടുമാറുകയില്ലെന്നാൽ ദൈവത്തെ ഭയപ്പെടുക.
അപ്പനിപ്പോഴും ദേഹം മുഴുവൻ വ്രണവുമായി ചൊറിഞ്ഞിരിക്കുക. കൃപയാൽ എന്റെ 41-ാമത്തെ വയസ്സിലും കർത്താവ് എന്ന വചനം ഞാൻ എന്നെ കർത്താവ് അയക്കുന്നത് പ്രസവിച്ചുകൊണ്ടിരിക്കുക. Praise the Lord. ഉപ്പാപ്പ പറഞ്ഞ വാക്കിനെ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവമാണ് നിന്നെ വിളിച്ചത്. പുണ്യായ രക്തത്താൽ ഒരു ശുദ്ധീകരണം യേശുവിന്റെ വകയായി നിന്റെ ജീവിതം തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ശക്തിക്കും നിന്നെ തൊടുവാൻ സാധ്യതയില്ല. എനിക്കറിയാം ഇന്ന് പകലിൽ ഈ ആലയത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ ചേർന്ന ഉള്ളിൽ ഭയത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നത്. ദൈവഭയമല്ല, ദൈവത്തെ ഭയമുണ്ട് ശരി, എന്നാൽ അതിലുപരിയായി മറ്റു ചിലതിനെ ഭയപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ആ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുന്ന പ്രയോജനം സൂചിക്കാം. അപ്പൻ പറഞ്ഞു, തലയിൽ കൈവച്ച് പറഞ്ഞു, എന്താ പറഞ്ഞ ശിമയോനും ലേവിയും സഹോദരന്മാർ. അതറിയാമല്ലോ, അപ്പന്റെ മക്കളല്ലയോ ഇവർ രണ്ടുപേരും സഹോദരന്മാർ. അടുത്ത ബാക്കി 10 മക്കളോട് പറയുകയാണ് എന്താ പറഞ്ഞത്? അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അതിനുശേഷം വീണ്ടും പറയുക, എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. പിള്ളാരെ 10 പേരുമേ ഇവന്മാര് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പോകരുത്. അതിന്റെ കാര്യം എന്നാന്ന് ഞാൻ താഴോട്ട് പറയാം. അപ്പം പറയുക, ഇവരെന്തോ ആലോചന പറഞ്ഞാലും ഇവരെന്തെങ്കിലും അഡ്വൈസിന് പോകരുത്. ഇവരെന്തെങ്കിലും അഡ്വൈസ് ചെയ്താൽ കേൾക്കുകയോ വരുന്നത് അപ്പന്റെ അനുഗ്രഹമാകട്ടോ. അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. നമുക്ക് പണ്ട് യോഗങ്ങൾ വരയ്ക്കിയ കാലമില്ലേ നമ്മുടെ പിതാക്കന്മാരെ? അല്ലെങ്കിൽ കല്യാണ സജ്ജ നടന്ന സ്ഥലത്തും വിശ്വാസ അനുഭവത്തിന്റെ പേരിൽ ഇറക്കിവിട്ട സമയങ്ങളില്ലയോ? സ്വത്രം ഹല്ലേലൂയ. ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന പ്രിയപ്പെട്ടവരെ വളരെ നിന്ദ്യമായ നിലയിൽ ആക്ഷേപിച്ച് ഇറക്കിവിട്ട നാളുകളിലെ. എന്നാൽ ഇന്ന് പെന്തക്കോസ്തിനെ ദൈവം ആദരിച്ചു, വേർപെട്ട സമൂഹത്തെ ദൈവം ആദരിച്ചു. ദൈവം ആദരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ 3-4 തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിടയായി. Praise the Lord. അതുകൊണ്ട് ദൈവം ഇന്ന് ദുഃഖിക്കുക. കഴിഞ്ഞ ദിവസം ബുക്കിലേറ്റ് കിട്ടുവാനായിടയായി. വിശ്വാസികൾക്ക് വേണ്ടി ഒരു ദൈവദാസൻ എഴുതിയ ഒരു ബുക്കിലേറ്റ്, അതിന്റെ ഹെഡിങ് യേശു ദുഃഖിക്കുന്നു എന്ന. സ്തോത്രം ഹല്ലേലൂയ. ഇന്നത്തെ സഭകളെ നോക്കി, വിശ്വാസികളെ നോക്കി കർത്താവ് ദുഃഖിക്കുക. കാരണം നമ്മൾ ദൈവകൃപയിൽ നിന്നും വിശ്വാസി അനുഭവങ്ങളിൽ നിന്നും പഴയ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ദൈവകൃപയുടെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോയത് കണ്ട് കർത്താവ് പോലും ദുഃഖിക്കുക. Praise the Lord. ആ ഭാഗം അവരുടെ യോഗത്തിൽ ചേരരുത്. അപ്പൻ പറയുക, ഇവരുടെ യോഗം ഏത് വലിയ യോഗം വിളിച്ചു കൂട്ടിയാലും അവരുടെ യോഗത്തിന് പോകരുത്. സ്തോത്രം. പണ്ട് നാട്ടിൽ പറയുക, ചെറുപ്പക്കാരെ ഒരു യോഗത്തിന് പോലും പോയത് അവരെ വീട്ടിലോട്ട് കയറ്റിയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. സ്തോത്രം. അല്ലെ എന്നെ ചിലര് വിളിച്ചു ഉപദേശി, നമ്മുടെ ചിലര് വിളിച്ചു ഉപദേശി ഉപദേശി. നമുക്കറിയാം ഉപദേശി ഉപദേശി നമ്മുടെ പണ്ട് വിദ്യാഭ്യാസം എന്തായി വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവർ തന്നെ സ്വയമായി ഒരു കാര്യം സമർപ്പിക്കുക. ഉപദേശിക്കുവാൻ കഴിവുള്ളവരാണ് അവരാണ് ഉപദേശിക്കും. അപ്പോൾ അവരെക്കാൾ ഒരു പ്രത്യേകത നമുക്കുണ്ട്. ഉപദേശിക്കാനുള്ള കഴിവ്, ഉപദേശത്തിൽ നിൽക്കുന്ന അനുഭവം. Praise the Lord. അതുകൊണ്ട് ദൈവമക്കളെല്ലാം ഉപദേശിമാരാകട്ടോ. ഉപദേശിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉപദേശത്തിൽ നിൽക്കുന്നവരാണ്. Praise the Lord. യാക്കോബ് തന്റെ മക്കളെ തലയിൽ കൈവച്ച് പറയുന്ന മന്ത്രണത്തിൽ കൂടരുത്. വീണ്ടും പറയുക, അവർ തങ്ങളുടെ ശാഠ്യത്തിൽ കോപത്തിൽ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂട്ടന്മാരുടെ വഴി ഉടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനകോപവും ശമിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകരുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. Praise the Lord. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അനുഗ്രഹം കൊടുക്കേണ്ട പിതാവ് ഇതാ ശിരസിൽ കയം വെച്ചുകൊണ്ട് അനുഗ്രഹ വാചകങ്ങൾക്ക് പകരം ശാപത്തിന്റെ വാക്കുകൾ പറയുക. സ്തോത്രം ഹല്ലേലൂയ. ലേവിയും ശിമയോനും ഭാരപ്പെട്ടില്ല. അവർക്കറിയാം അപ്പൻ ഏത് കാരണത്താല ഈ വാക്കുകൾ പറഞ്ഞെന്ന്. സ്തോത്രം. അതറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 32-ന്റെ 25-26 വാക്യത്തിൽ ഏത് വിഷയത്തിലാണ് അപ്പൻ ഇവരെ ശപിക്കുവാനുണ്ടായ കാരണം വായിച്ചാട്ട്. 32-ന്റെ 25-26. അവരുടെ വിരോധങ്ങൾക്ക് മുമ്പാകെ അവർ ഹാസ്യനാദത്തോടെ അവരോട് അവരെ അഴിച്ചുവിട്ട് കളയുകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്നതിനെ കണ്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പരിശുദ്ധമുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാലേ ലേവ്യർ എല്ലാവരും അവരുടെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ പോയി വാതിൽ തോറും കടന്ന് ഓരോരുത്തരും താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളയെന്നിങ്ങനെ ഇസ്രായേൽ ദൈവമായ യഹോവ കൽപ്പിക്കുന്നത്. ദൈവം കൽപ്പിച്ചത് ഇവര് ചെയ്യാൻ പോയതാണ്. അപ്പന്റെ ശാപം, അപ്പന്റെ ശാപവാക്കുകൾക്ക് ഇവര് പാത്രീഭൂതരായി തീരുവാൻ കാരണമായത്. Praise the Lord.
ദൈവത്തിന്റെ കൽപ്പന, ദൈവം കൊടുത്ത കൽപ്പന അപ്പനെന്നോ അമ്മയെന്നോ സഹോദരന്മാരെന്നോ ചേരക്കാരെന്നോ എന്ന് നോക്കാതെ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അഹരോന്റെ മുമ്പിൽ കൊണ്ടിട്ട ആഭരണങ്ങൾ കൊണ്ട് അവന്റെ മനസ്സിൽ രൂപം കൊണ്ട്, ശ്രദ്ധിക്കണേ, ഈ കാളക്കുട്ടിയുടെ രൂപം ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ വന്ന രൂപമല്ല കേട്ടോ. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ നിലവിളിച്ചു പറഞ്ഞപ്പോൾ അഹരോൻ ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 4 കാലും 4 തലയും കൊമ്പുള്ള ഒരു കാളയാണ്. സ്വത്രം അവരെ മുമ്പിൽ നടക്കാൻ, അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അഹരോന്റെ മനസ്സിൽ, പുരോഹിതന്റെ മനസ്സിൽ, അഭിഷിക്തന്റെ മനസ്സിൽ, ഭക്തന്റെ മനസ്സിൽ രൂപം കൊണ്ടതാണ് അങ്ങനെ ഒരു രൂപം. പ്രൈസ് ദി ലോർഡ്. ആ രൂപത്തെ അവൻ ഉണ്ടാക്കി കൊടുക്കുവാനായിടയായി. ഇസ്രായേൽ ആഭരണം കൊണ്ട് കൊടുത്തതേ ഉള്ളൂ, രൂപമുണ്ടാക്കി കൊടുത്തത്. പിന്നെ അതിനു മുമ്പിൽ ആരാധിച്ചത്, രൂപമുണ്ടാക്കി കൊടുത്തത് അഹരോനാ. പിന്നെ ജനം അതിനു മുമ്പിൽ മ്ലേച്ഛതയുടെ ആരാധന നടത്തുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മറന്ന്, അവനെ ഇസ്രായേലിൽ നിന്ന് വിളിച്ചിറക്കിയ സർവശക്തനെ മറന്ന്, പാരമ്പര്യത്തിന്റെ ഏടുകൾ കെട്ടുകൾ തകർത്ത്, അടിമ ചങ്ങലകൾ തകർത്ത് അവരെ ദൈവകൃപയുടെ വെളിച്ചത്തിലേക്ക് വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയ ദൈവ സാന്നിധ്യത്തെ അവർ മറന്നു. ഹല്ലേലൂയ. മ്ലേച്ഛതയുടെ മുമ്പിൽ അവർ ആരാധന കഴിക്കുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹിക്കുമോ? സർവശക്തനായ ദൈവം സഹിക്കുകയില്ല. ഹല്ലേലൂയ. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യോശുവയോട് ചോദിച്ചു, എന്നാ ശബ്ദം? കരച്ചിലല്ല, നേരാ, കരച്ചിലല്ല, ചിരിയാണോ? ചിരിയല്ല സാറേ, കരച്ചിലും ചിരി സന്തോഷവും ആഹ്ലാദവും എല്ലാം കൂടെ കൂട്ടി കലർന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇത് മരണത്തിന്റെ കരച്ചിലല്ല, അല്ലേ എന്തെങ്കിലും ലോട്ടറി അടിച്ചതിന്റെ സന്തോഷമല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ്? കാളക്കുട്ടിയുടെ മുമ്പിൽ, ജീവനില്ലാത്തതിന് മുമ്പിൽ അവർ തങ്ങളെ തന്നെ മറന്ന്, ജീവനുള്ള ദൈവത്തെ മറന്ന് ആരാധന കഴിക്കുക. സ്വത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ പാളയത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ഹല്ലേലൂയ സിംഹഗർജനം പോലെ ആത്മാവിൽ ചോദിക്കുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, ലേവ്യൻ മാത്രം സകലരും കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കാൻ പോയപ്പോൾ ലേവ്യൻ മാത്രം അവരുടെ കൂടാരത്തിനകത്ത് സകലദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഇരിപ്പാനായിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന ലേവ്യൻ ആ മോശയുടെ ശബ്ദം കേൾക്കുവാനായിടയായി. യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് മോശ ചോദിക്കുന്ന ആ ചോദ്യം ഹല്ലേലൂയ ലേവ്യന്റെ കാതുകളിൽ എത്തുവാനായിടയായി. അവൻ മോശയുടെ അടുക്കലേക്ക് അവർ ഇറങ്ങി വരുവാനായിടയായി. മോശ അവരോട് പറഞ്ഞു, പാളയം തോറും നടന്ന് അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കാതെ അല്ലെങ്കിൽ കാളക്കൂട്ടിന് മുമ്പിൽ നമസ്കരിച്ച സകലതിനെ ഛേദിച്ചു കളയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ ചെല്ലുമ്പോൾ അതിനെ നടത്തുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങ് കൊണ്ടുവരാൻ പറയുന്നതല്ല കൃപയുടെ പ്രമാണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം നമ്മൾ പറയുമല്ലോ, മാങ്ങില് എന്റെ വൈഫിന് ഇവിടെ പേരിശയില്ല, അവിടെ വീടിന് മുമ്പിൽ കൂടെ ഒരു നല്ല തോടുണ്ട്, മീൻ ഇഷ്ടം പോലുണ്ട്. ഒരു 4-5 വർഷം മുമ്പ് അവിടെ അളിയൻ മീൻ പിടിച്ചോണ്ടിരുന്നപ്പോ ഈ മാനിനെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ഇത് ബന്ധുക്കോസുകാരെ കാണുമ്പോൾ ആ രംഗത്ത് ഞാൻ നിങ്ങളുടെ കൂട്ടുള്ളതാ. സ്വത്രം. ഹല്ലേലൂയ. 2 സ്വത്രം കൂടെ പറയും. ഹല്ലേലൂയ. തല അവിടെ കാണുമ്പോ തലയും കാണിക്കും. സ്വത്രം. ഇതൊന്നും ദൈവസഭയ്ക്കകത്തോ ദൈവജനത്തിനോ ഭൂഷണമല്ല കേട്ടോ. വ്യവസ്ഥയെ നിർത്തുന്നെങ്കിൽ ദൈവകൃപയുടെ വ്യവസ്ഥ. ലോകം എന്ന് പറയട്ടെ, ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാള് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവ്, നിങ്ങളുടെ സെറ്റിച്ചായി പൊട്ടി ഒഴുകുന്നില്ല. ഞാൻ ചോദിച്ചു, ആരുടെ? അത് നിങ്ങളുടെ പിള്ളേര്. ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ വരെ ഇപ്പൊ ഞാൻ ഇറങ്ങുന്നിടം വരെ പൊട്ടിയില്ല, ഇപ്പൊ പിന്നെ പൊട്ടിയുള്ള സാറപ്പോഴാകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് നാറ്റവും ഇപ്പം വല്ല മീറ്റന്റെ കൊടുക്കുന്നതായിരിക്കും. സ്വത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവനിത് പറഞ്ഞതുകൊണ്ട് അവനെ ഭയപ്പെടുന്നു. അവനെ ഭയപ്പെടുന്ന ആത്മാവല്ല പുതിയ വിശ്വാസത്തിലുള്ളത്. സ്വത്രം. ഞാൻ പറഞ്ഞത് ആർക്കും കല്ലെറിയ, ശാലയിലെ സമാധാന ഭവനത്തെ ആർക്കും കല്ലെറിയ, വിശ്വാസിക്ക് കല്ലെറിയ, പാസ്റ്റർമാർക്ക് കല്ലെറിയ, സകലർക്കും കല്ലെറിയ. കല്ലെറിനായിട്ടാണല്ലോ നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. പ്രതികൂലങ്ങൾ വരുമ്പോൾ, കല്ലേറ് വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ തിരിഞ്ഞു പോകുന്നതല്ല കൃപയുടെ പ്രമാണം പ്രാപിച്ച ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മധ്യത്തിൽ പ്രാർത്ഥന എന്നൊരു ആയുധം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് അവരെ ശീലിപ്പിച്ചിട്ടുണ്ട്. ചെറുക്കൊക്കെ തെരുതാന്ന കാലം ഇത് പഠനാട് സഭയിലോട്ട് പറഞ്ഞുകൊണ്ട് പിള്ളേരെ അവിടെ കണ്ണടച്ച മുഴങ്കാലിരുന്ന് അവരെ കാല് നോക്കിയാൽ അറിയാം, തഴമ്പ് കാലിനകത്ത് മുഴങ്കാല്. പ്രാർത്ഥനയ്ക്ക് എപ്പോ ഇരുന്നാലും ഞാനിരിക്കും, എന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കും. ഇന്നലെ രാത്രി ഒരു പ്രാർത്ഥനാ വിഷയം വന്നു. കാര്യം ഓർത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ ആ സുഖമില്ലാതെ കിടന്ന വ്യക്തി ഫോണിൽ കൂടെ സംസാരിക്കാനായി അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ വാചകസത്തിൽ സാഹിത്യത്തിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും അവരെ ഉള്ളിൽ നിന്ന് എന്റെ കർത്താവ് അപ്പച്ച, ആ അപ്പച്ചനെ ഒന്ന് സൗഖ്യമാക്കണം
ഇടയാകണമേ. Praise the Lord. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് വേണ്ടത് വേണ്ടി ചെയ്തോളൂ. Praise the Lord. പ്രാർത്ഥനയുടെ ഒരു ശക്തി, പ്രാർത്ഥനയുടെ ഒരു വലയമുണ്ടെങ്കിൽ ലോകത്തിന്റെ ശക്തികളെ നീ ഭയപ്പെടണ്ട. ഞാൻ പറയാറുണ്ട്, പെന്തക്കോസ്തുകാരെ പേടിപ്പിക്കാൻ ഒരു മുടി, രണ്ട് നാഗവും ഒരു മട്ടേ ഒരു ഇച്ചിരി തെറ്റിക്കുന്നു. രക്തം ചെയ്യുമെന്ന് പറഞ്ഞ നമ്മുടെ സഹോദരിമാര് ഒറ്റ പൊങ്ങല. അന്നേരം സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വരും, കുടിവില്ല അവരുടെ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവകൃപയുടെ ശക്തിയാണെങ്കിൽ, യേശുവിന്റെ ജീവൻ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളിയല്ല കേട്ടോ, ദൈവാത്മാവിൽ നീ പൂർണ്ണനായിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഒരന്ധകാര ശക്തിക്കും ദൈവകൃപയുടെ പൂർണ്ണതയിൽ നിന്നാൽ നിന്നെ തൊടാൻ സാധ്യമല്ല. Praise the Lord. Praise the Lord. ഒന്ന് ശ്രദ്ധിച്ചേ. Praise the Lord. എനിക്ക് ദോഷം ഭവിക്കില്ല, കാരണം വേലി കെട്ടിയിട്ടുണ്ട്, മാലാഖമാരന്റെ ആലയം കാവലുണ്ട്. ദൈവകൃപയുടെ വേലി, യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര, ദൈവദിനത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമെങ്കിൽ ഇരുട്ടിന്റെ ഒരു അധികാരങ്ങൾക്കും നിന്റെ മേൽ ആധിക്യമില്ലെന്ന് തലമുറകളെ അവകാശമില്ല. ഞങ്ങളുടെ ആ മുറി ഞാൻ വീട്ടിൽ പറഞ്ഞു തോന്നുന്നു, ഇന്നലെ 2 മുറി പ്രതിഷ്ഠിച്ചു. 3 ദിവസം മുമ്പ് ഞാൻ തിരുവനന്തപുരം ഒരാവശ്യത്തിന് നിൽക്കുമ്പോൾ ആ വീടുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങളുടെ അപ്പച്ചനെയും വല്യപ്പനെയും ആദ്യം കാണുന്ന മുറിയുടെ അവിടെ വിട്ട് ദഹിപ്പിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു തെങ്ങുണ്ടായിരുന്നു, അത് ബിരുദമായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, കാരണം അതിനകത്ത് പ്രാർത്ഥിച്ച് കട്ടിലോട്ട് അങ്ങോട്ട് കിടന്നാൽ 4 മണിയാകുമ്പോൾ സ്വോത്രം പറഞ്ഞ് തമ്പുരാനൊക്കെ എഴുന്നേൽപ്പിക്കും. സ്വോത്രം ഒന്നും കാണത്തില്ല. അതിലെ വലത്തൂടെ പോകാൻ പറഞ്ഞു. സ്വോത്രം വലത്തൂടെ തന്നെ പോകാൻ. വിശ്വാസി, ലോകം പറയുന്നത് കേട്ട് നീ പേടിക്കരുത് കേട്ടോ. സ്വോത്രം ജലത്തൂടെ കള്ളത്തൂടെ മണ്ടത്തൂടെ പോട്ടു, നിനക്കെന്നാ? Praise the Lord. അതിന് പിശാചിരിക്കുന്ന ഇല്ലാത്ത ഒരു സ്ഥലം ഭൂമിയിൽ അവിടെ അമേരിക്കൻ എന്ന സിസ്റ്റർമാരോട് ചോദിക്കാം, അവിടെ കാണാം പിശാചിന്റെ വാസസ്ഥലം ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ 10 സെന്റ് നമുക്ക് അവിടെ ചെന്ന് മേടിക്കാം. Praise the Lord. ഭൂമിയിൽ എല്ലായിടവും പിശാചിന്റെ അധീനതയുണ്ട്, ആധിക്യമുണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ നീ ദൈവകൃപയിൽ നിന്നാൽ പിശാച് നിന്നെ തൊടുകയില്ല. Praise the Lord. നിന്റെ തലമുറയെ തൊടുകയില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും വിശ്വാസത്തിൽ ശക്തിയോടെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സിജോ ഒന്ന് കൈവസിക്കാൻ പോലെ അതിന്റെ പാരമ്പര്യം ഞങ്ങൾ പിന്നെ മനസ്സിലാക്കിയപ്പോൾ വളരെ വളരെ നികൃഷ്ടമായ ഒരു പാരമ്പര്യ അനുഭവം അതിന്റെ വീടിനുണ്ടായിരുന്നു. ആ വീടിന്റെ അതിനെ കൊണ്ടുവന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന്റെ ആ ഒരു ബാക്കി എന്ന പോലെ ഇന്ന് കഴിഞ്ഞാൽ 2 പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം പിശാചിനെ ശാസിച്ചു വിട്ടു. 2 പ്രാവശ്യം കുഞ്ഞ് കഴിക്കാനില്ല, ഇങ്ങനെ പോവാ. ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ അസുഖമല്ല കൊണ്ട് പ്രാർത്ഥിക്കാൻ. ഒരു ദിവസം ഉച്ചയ്ക്ക്, ഈ കഴിഞ്ഞ മാസം ഉച്ചയ്ക്ക് കഴിച്ചോണ്ടിരുന്നപ്പോ ഇതുപോലെ ഒരു അസ്വസ്ഥ വന്നു. അന്നേരം കുഞ്ഞുങ്ങളെല്ലാം കഴിവ് നിർത്തി ഹാളിൽ വന്നു മുട്ടാമേ നിർത്തി ഈ കുഞ്ഞിനെ നടുക്കിരുത്തിയാണ്. 10 മിനിറ്റ് ഒരു ആത്മാവിൽ പ്രാർത്ഥന കരം പുറത്തു പിടിച്ചു. 12ാമത്തെ മിനിറ്റിൽ ഈ കുഞ്ഞു ബോധരഹിതനായി താഴെ വീണു. ദേഹത്തുനിന്ന് ആ ദുഷ്ടശക്തി ഓടിപ്പോകുവാനായി. യേശുവിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണം. അതിന് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. സ്തോത്രം. മനുഷ്യൻ ശപിക്കട്ടെ, ദൈവം അനുഗ്രഹമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്വന്തം പിതാവ്, എനിക്കറിയാം വിശ്വാസത്തിൽ വന്ന ചില പ്രിയപ്പെട്ടവരെ പിതാക്കന്മാരും മാതാക്കളും അവരുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചല്ലാത്തത് കൊണ്ട് ശപിച്ചിട്ടുണ്ട്. വലിയ നീചമായ ഭാഷകൾ, ശാപങ്ങൾ അവരെ നേരെ ചൊരിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരോട് ചോദിച്ചു നോക്കൂ, ആ മക്കളോട് അല്ലെ മരുമക്കളോട് കൊച്ചുമക്കളോട് ചോദിച്ചു നോക്ക്, ആ ശാപങ്ങളെല്ലാം ദൈവം അനുഗ്രഹമാക്കുവാനായി. Praise the Lord. നിന്റെ തലമുറ ഇന്ന് നടക്കുമെന്ന് മനുഷ്യൻ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് നിന്റെ തലമുറയെ ദൈവം ദേശത്ത് ആദരിച്ചില്ലേ? നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കിട്ടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലേ? നിന്റെ ഭവനത്തിന്റെ ദൈവം
എന്റെ ബ്രദറെ, ടീഷർട്ടിനകത്തല്ല നമ്മുടെ ആത്മീയം ഇരിക്കുന്നത്, അതിന്റെ അകത്തെ മനുഷ്യൻ ശരിയാകണം. ദൈവമായിട്ട് നിനക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നമ്മൾ എത്ര പാടിയാലും പ്രാർത്ഥിച്ചാലും വ്യക്തിപരമായി. മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വലിയ കുഞ്ഞുങ്ങൾ പലരും രാത്രി അസമയത്ത് എഴുന്നേറ്റാൽ അവർ മുഴുകാൻ മടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാം. സ്തോത്രം. ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം, പ്രൈസ് ദി ലോർഡ്. ആ ബന്ധം സകല ആപത്തിൽ നമ്മെ സൂക്ഷിക്കുവാനായി ഇടയാകുന്നു. ആ ബന്ധമാണ് നിന്നെ ഒരു ആത്മപൂർണ്ണനാക്കുന്നത്. കൂട്ടായ്മയ്ക്കകത്തിരുന്നാൽ നീ മൊത്തം ആത്മപൂർണ്ണനാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം നിനക്കുണ്ടെങ്കിൽ ആരെല്ലാം നിന്നെ തള്ളിക്കളയിട്ട് ദൈവം നിന്റെ പക്ഷത്ത് കാണുവാനായി ഇടയാകും. പ്രൈസ് ദി ലോർഡ്. പ്രമാണത്തിന് വേണ്ടി വാളുകാലത്തിലെടുത്തു. ഏത് വാള്? പുതുനിയമം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായലേഖനം, ദൈവത്തിന്റെ വചനം, അതിലെ സകല ചിന്തകളെ വിവേചിച്ച് അതിന്റെ ആഴങ്ങൾ വരെ തുളച്ചു ചെല്ലുന്ന ആത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രമാണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയുടെ പ്രമാണം പുതുനിയമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ കൃപയുടെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ദൈവമക്കൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. സ്വത്രം നമ്മളെല്ലാം ഈ പുറമേ ഉള്ളതിനാ കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്നത്. സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. സ്വത്രം. നമ്മൾ പുറമേ ഉള്ളതിനാ. നമ്മൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പുറമെ അകത്ത് ആത്മീയമായ മാറ്റം ഉണ്ടെങ്കിൽ അതിന്റെ മാറ്റം പുറത്ത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. പുറത്ത് വെളിപ്പെടാതിരിക്കുന്ന എന്നാ അറിയാമോ? അകത്ത് മാറ്റമില്ല കേട്ടാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അകത്തൊരു മാറ്റം ഉണ്ടാകണം. അല്ലെങ്കിൽ അതിന്റെ ആത്മീയ മനുഷ്യൻ പൗലോസ് പറയുമ്പോൾ ആത്മീയ മനുഷ്യൻ പൂർവാധികം ആത്മാവിലൊന്ന് ശക്തിപ്പെടണം. ഹല്ലേലൂയ. ലേവി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രമാണം ഏറ്റെടുക്കുവാനായിട്ട് എല്ലാവരും പോയി വണങ്ങിയപ്പോൾ വണങ്ങാൻ അവൻ പോയില്ല. അവന്റെ കൂടാരത്തിനകത്ത് ദൈവമായിട്ട് അവൻ ബന്ധപ്പെട്ട് നിൽക്കുവാനായിടയാണ്. സ്തോത്രം. 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 എല്ലാവരും പോകുന്നത് പോലെ, എല്ലാവരും ചെയ്യുന്നത് പോലെ നിനക്ക് ചെയ്യാൻ ഒക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നീ ഒരു വിശേഷപ്പെട്ട പ്രമാണത്തിന് അധീനനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. 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 ലേവി ദൈവത്തിന്റെ പ്രമാണം. അവിടെ പറഞ്ഞിരിക്കുന്ന മോശ പറയുന്നത് യഹോവ കൽപ്പിക്കുന്നു. പുറപ്പാട് 32 യഹോവ കൽപ്പിച്ചത് അപ്പം കൽപ്പിച്ചതിനൊഴിയേക്കാൾ ലേവി ചെയ്യുവാനായിടയായി. അതുകൊണ്ട് അനുഗ്രഹം ശാപമാറിയോ വായിക്കാം. ആവർത്തന പുസ്തകം എടുത്താട്ട് അതിന്റെ 33-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിക്കാം. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മിയും ഉറിയും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. പ്രമാണത്തിന്റെ മുമ്പിൽ അപ്പനെ അമ്മയെ നോക്കരുതെന്ന് മോശയിൽ കൂടെ ദൈവം പറഞ്ഞു. അതുപോലെ ലേവി ചെയ്യുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയുടെ പ്രമാണത്തിന് മുമ്പിൽ അപ്പനെന്നോ അമ്മയോ നോക്കാതെ ദൈവം പറഞ്ഞത് ലേവി ചെയ്യുവാനായിടയായി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. വിശ്വാസ ജീവിതത്തിലോട്ട് വന്നാൽ ഞാൻ ചില വർഷങ്ങൾക്കും എനിക്കൊരു 15 വർഷത്തിന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ മാന്യനായ ഒരു ഓഫീസർ, ഗവൺമെന്റ് ഓഫീസർ ഞങ്ങൾ അടുത്തിരിക്കുക. ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. അതൊക്കെ ട്രാക്ടറൊക്കെ സുശേഷം പറഞ്ഞു കൊടുത്തു. സുശേഷം പറഞ്ഞു ബ്രദറെ നിർത്തിക്കാം. സുശേഷം പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ബ്രദർ ഒന്ന് കേൾക്കണം. ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാണ്, എന്റെ സഹോദരനും കുടുംബവും നിങ്ങൾ ഈ പറയുന്ന വിശ്വാസാനുഭവത്തിലേക്ക് നിങ്ങളിൽ ഒരുവരെ പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്തുകാർ അവര് പോയി ചെന്നത് വിശ്വാസത്തിലേക്ക്. അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പറയാൻ പോകുന്നത്. അന്ന് ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചാൽ അതല്ല, ഞങ്ങൾ അവന് മുമ്പിൽ അവിശ്വാസികളാണ്. എന്റെ അപ്പന്റെ അമ്മയുടെ അടുക്കെ പോലും അവര് വേർപെടാനിടയാണ്. ഉപദേശം മുഴുവൻ എങ്ങനെ ഒരു വേർപാടാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഇതെനിക്ക് വേണം പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, അപ്പനെ അമ്മയും വിടണമെന്ന് പറഞ്ഞു. സ്വന്തക്കാരോട് വിടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വത്രം. കല്യാണത്തിനൊക്കെ പോകണം, ഞായറാഴ്ച കല്യാണം ഒഴികെ. ഞായറാഴ്ച സഭായോഗം മുടക്കി കല്യാണത്തിന് പോകുന്ന വിശ്വാസികൾ ഇവിടെ ഇല്ല, മുമ്പിനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണ
ദൈവത്തിന് വേണ്ടി ദൈവമക്കൾ നിൽക്കണം. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൽ വന്നതുകൊണ്ട് അപ്പനെ അമ്മയും വെറുക്കണമെന്നല്ല, പ്രമാണത്തിൽ നീ നിൽക്കണം. അപ്പൻ ചോദിച്ചാൽ പ്രമാണം നീ പറയണം, അമ്മ ചോദിച്ചാൽ പ്രമാണം നീ പറയണം. സഹോദരന്മാരെടുക്കാൻ നീ പ്രമാണം പാലിക്കുന്നവനാണെന്ന് അവർക്ക് മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ പത്രമായി പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിക്ക് തന്നിരിക്കുന്ന ഏറ്റവും മാതൃകരമായ ജീവിതം ഞാൻ ക്രിസ്തുവിന്റെ പത്രം എന്ന് പൗലോസ് പറയുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ പത്രമായി ദൈവമക്കൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രമാണത്തിന് മുമ്പിൽ ലേവി അപ്പനെന്നും അമ്മയെന്നും സഹോദരന്മാരും ഓർത്തില്ല. ദൈവം പറഞ്ഞത് അവർ ചെയ്യുവാനായിടയായി. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കുഞ്ഞുങ്ങളെ പ്രത്യേക മീറ്റിംഗ് നടത്തിയപ്പോൾ അപ്പച്ചന്റെ ഒരു സാക്ഷ്യം പലപ്പോഴും ഈ പിതാവിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അവിടെ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അന്ന് കുടുംബങ്ങൾ മുഴുവൻ പ്രതികൂലമായെങ്കിലും വിശ്വാസ ജീവിതത്തിലൂടെ ചുരുക്കം 1-2 പേര് മാത്രം ഈ പാണ്ടനാട് അന്നത്തെ യൗവനക്കാർ, അന്നൊരു നല്ല യൗവനക്കാരായിരുന്നു. അവർ ഇറങ്ങി തിരിച്ചു. അപ്പനോ അമ്മയോ എതിര് നിന്നിട്ട് വിശ്വാസ ജീവിതത്തിൽ പുറകോട്ട് മാറിയില്ല. കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ചറിയുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് പുറകിൽ ആ തലമുറകൾ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, കൊച്ചുമക്കൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ പുറമെ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ 3-4 തലമുറകൾ കർത്താവിനെ ആരാധിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായത്. ഇരിക്കുന്ന പല മാതാപിതാക്കൾക്കും ആ വലിയ അനുഭവത്തിന്റെ സാക്ഷ്യമുണ്ടെന്ന് എനിക്കറിയാം. സ്വന്തം വളരെ കഷ്ട സഹിച്ച് പ്രമാണത്തിന് വേണ്ടി നിന്ന് അടികളും തൊഴികളും ഇടികളും ഏറ്റ അല്ലെങ്കിൽ നിന്നയുടെ കൂമ്പാരങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് വളരെ കഷ്ട സഹിച്ച ദൈവജനത്തെ ഓർത്തിയും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ ബലം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ താങ്ങിയത് കൊണ്ടും അവൻ നമ്മളെ സഹായിച്ചത് കൊണ്ടുമാണ് നാം ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ശക്തിയോടെ നിൽക്കുവാനിടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 3-4 തലമുറകളോട് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കട്ടെ, നമുക്ക് ദൈവം ബലപ്പെടുത്തി തന്ന ഈ കൃപയുടെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിനക്ക് വലിയ പേര് ഇവിടെ കിട്ടിയില്ലെന്നില്ലായിരിക്കും, ആരും നിന്നെ മാനിച്ചില്ലെന്നില്ലായിരിക്കും. വേണ്ടാന്ന്, ഇതൊക്കെ ഇവിടം കൊണ്ട് തീരുന്നതാ. അങ്ങേ കലയിലാണ് നിനക്ക് പ്രതിഫലം ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവർ കർത്താവിന്റെ പ്രമാണം പാലിച്ചത് കൊണ്ട് ദൈവം പറയുക, നീ അവർക്ക് കൊടുത്ത പ്രമാണം കൊടുത്തു. സ്വന്തം മക്കളെ പോലും വെട്ടിക്കളഞ്ഞത്, സ്വന്തം മക്കളെന്ന് പോലും ഓർത്തില്ല. അടുത്തത് നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം അവർ കാത്തു. അടുത്തത് അപ്പം പറഞ്ഞു, ഇവന്മാര് പറയുന്ന ഒന്നും കേൾക്കരുത്. ദൈവം നേരെ തിരിച്ചു പറയുക, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് നിന്റെ ന്യായപ്രമാണം ഉപദേശിക്കും. വല്ല ഉപദേശം അപ്പം പറഞ്ഞ മന്ത്രണം കേൾക്കരുത്. ദൈവം പറയാ, വല്ല ഉപദേശവും കേൾക്കണമെങ്കിൽ ലേവ്യന്റെ അടുക്കെ വന്നോണം. പ്രൈസ് ദി ലോർഡ്. വല്ല ആലോചനയും കേൾക്കണമെങ്കിൽ ലേവ്യന്റെ അടുക്കെ വന്നോണം. അപ്പം പറഞ്ഞ് കേൾക്കരുതെന്ന് ദൈവം പറഞ്ഞു. വല്ലതും കേൾക്കണമെങ്കിൽ ബാക്കി 11 പേരും അവന്റെ അടുക്കൽ ചെല്ലണം. സ്വത്രം 11 ഗോത്രങ്ങളും അവന്റെ അടുക്കൽ ചെല്ലണം. ശക്തമായ ഒരു ദൈവാത്മാവിന്റെ ഇടപെടൽ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകല് നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ വിലക്കുകൾ കൽപ്പിച്ച്, ഹല്ലേലൂയ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ വിലക്കുകൾ കൽപ്പിച്ച് പോരാടിയ ശക്തികളുടെ മുമ്പിൽ, വ്യക്തികളുടെ മുമ്പിൽ നീ ഇന്ന് പകൽക്കാലം ദൈവകൃപയുടെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ ദേശത്ത് ആദരിക്കാൻ പോവുക, നിന്റെ തലമുറയെ ദേശത്ത് ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. നിന്റെ എടുക്കാൻ ചില പ്രാർത്ഥനയ്ക്കായിട്ട് വരാൻ പോവുക, നിന്റെ എടുക്കാൻ ചില ഉപദേശത്തിനായിട്ട് വരാൻ പോവുക, സ്വീകരിക്കാൻ പോവുക. നീ അനുഗമിക്കുന്ന യേശുവിനെ ചിലർ അനുഗമിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. മനുഷ്യന്റെ ശാപം അവിടെ കടക്കട്ടെ, പിതാക്കന്മാരുടെ ശാപം അവിടെ കടക്കട്ടെ, ലോകത്തിന്റെ ശാപം അവിടെ കടക്കട്ടെ, നിന്ന വാക്കുകൾ അവിടെ കടക്കട്ടെ. നീ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ഞങ്ങൾ ഒരു സ്ഥാപനം നടത്തുക. ഓരോ ദിവസവും പല വാക്കുകൾ ഞങ്ങൾ കേൾക്കാം. ചിലരെ കേട്ടിട്ട് വന്ന് പറയും, പക്ഷെ ഇങ്ങനൊന്നും കേട്ടല്ലോ, എനിക്ക് ബ്രദറിന് ഞങ്ങളെ കുറിച്ച് അഭിപ്രായം. എനിക്ക് അഭിപ്രായം എന്നാ പൊയ്ക്കാട്ട്. സ്തോത്രം. സ്തോത്രം. ഞാൻ എന്റെ കുടുംബത്തോടെ കുഞ്ഞുങ്ങളോട്
നമ്മെ കാണുന്ന ഒരു കർത്താവ്. സ്തോത്രം. അവന്റെ മുമ്പിലൊന്നും മറവല്ല. നാം അവനെ സ്നേഹിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത പലതും ദൈവം നമുക്ക് തരും. സ്തോത്രം. ഞങ്ങൾ കുടിക്കാത്ത കിണറിൽ നിന്നാണ് ഞങ്ങളിപ്പോ എല്ലാവരും കൂടെ വെള്ളം കുടിക്കുന്ന. സ്തോത്രം. ഞങ്ങൾ പണിതില്ല, കോൺട്രാക്ട് പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആ ലോകം നമ്മളെ ദുഷിക്കരുത്. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല. പറയട്ടെ, നമ്മൾ ഗണ്യമാക്കത്തില്ല, പറയട്ടെ. പക്ഷേ ദൈവം നട്ടതിനെ ഒരു ശക്തിക്കും പിഴുതു കളയാൻ സാധ്യമല്ല. അത് രാഷ്ട്രീയമാണെങ്കിലും കൊള്ളാം, മതമാണെങ്കിലും കൊള്ളാം, സംഘടനകളാണെങ്കിലും കൊള്ളാം. സ്തോത്രം. ഞങ്ങളുടെ അനുഭവം ഈ 5 വർഷത്തിനിടയിൽ ധാരാളം കല്ല് ശാസ്ത്രങ്ങളല്ല അല്ലാത്ത കല്ലുകൾ ജീവിതത്തിന് നേരെ വന്നിട്ടുണ്ട്. സ്തോത്രം. മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ മൂത്ത മോള് 10ാം ക്ലാസ്സില, കൊച്ചു കുഞ്ഞുങ്ങൾ പുറകിലുണ്ട്, മോള് ഉറങ്ങാനുണ്ടെന്നുണ്ട്. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾക്കും ഈ കുഞ്ഞുങ്ങൾക്കും പ്ലേറ്റ് ഒന്നാണ്. സ്തോത്രം. ചിലർക്ക് തെറ്റിദ്ധാരണ കണ്ടേക്കാം. നിങ്ങൾക്ക് അവിടെ കയറി വരാൻ നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഇതുവരെ അതിനകത്ത് കോമ്പൗണ്ടിൽ ചവിട്ടാത്ത ആൾക്കാർ ഇന്ന് കയറി വരണം. നിങ്ങളുടെ ഈ സഭയുടെ എവിടെയാണ്? സ്തോത്രം. ലോകം പലതും പറഞ്ഞേക്കാം. അവിടെ വരണം, അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ കണ്ട് അത് നിങ്ങൾ 2 പ്രാവശ്യം വന്ന് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതുകൂടെ പമ്പ കിടക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിപ്പാനായിടയാകും. പാണ്ടിനാട് സഭ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പല ദൈവങ്ങളുണ്ട്. എനിക്കറിയാം. ഇന്നത്തെ പ്രാർത്ഥനാ വാചകത്തിൽ പോലും ഞാനത് കേൾക്കുകയുണ്ടായി. അത് കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്കറിയാം. അമ്മച്ചിമാരൊക്കെ കണ്ട നാൾ മുതൽ സന്തോഷത്തോടെ എന്നെ ഇപ്പോഴും കാണുമ്പോൾ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അമ്മച്ചിമാരുണ്ട്. അവയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. ലോകം നമുക്ക് അനുകൂലമല്ല. ലോകം എന്തും പറയട്ടെ, കർത്താവ് നിനക്ക് തുണയാണോ, ദൈവം നിന്നെ സഹായിപ്പാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പറയാ, എന്തെങ്കിലും ആലോചന, എന്തെങ്കിലും ദൂത്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഇസ്രായേൽ ഗണം മുഴുവൻ ലേവ്യന്റെ അടുക്കൽ വരണം. ഞാൻ അവനൊരു പ്രത്യേക അധികാരം, ഒരു ശുശ്രൂഷ പദവി ഞാൻ അവന് കൊടുക്കാൻ പോവുകയാണ്. താഴോട്ട് വായിച്ചാട്ട് എന്തൊക്കെയാ ദൈവം അവന് കൊടുക്കുന്നത്, എങ്ങനെയാണ് ദൈവം അവനെ ആക്കുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പന്റെ ശാപമേറ്റ ലേവ്യനെ കുറിച്ച് ദൈവം പറയാം. ദൈവത്തിന്റെ സന്നിധിയിൽ സുഗന്ധധൂപമായും അടുത്തത് അവന്റെ യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അടുത്തത് യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അപ്പം പറഞ്ഞു, ഇവന്മാരും കൂടെ ഒന്നും ആരും കൂടരുത്, ചേരരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവസന്നിധി ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ലേവ്യന്റെ ധനത്തെ, അവന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇതിന്റെ മേലുള്ള മാനുഷിക ശാപങ്ങളെ ദൈവം മാറ്റുക. സ്വത്രം. ഹല്ലേലൂയ. നീ കേൾക്കെ നിനക്കെതിരെ ഹല്ലേലൂയ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ചില വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല. ദൈവാത്മാവിന്റെ പകൽക്കാലം ഇടപെടുക. നിന്റെ തലമുറക്കെതിരെ സംസാരിച്ച, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ സംസാരിച്ച, ബന്ധങ്ങൾക്കെതിരെ സംസാരിച്ച, ആത്മീയ വിഷയങ്ങൾക്കെതിരെ സംസാരിച്ച ആ ശാപത്തിന്റെ വാക്കുകൾ ചിലപ്പോൾ നീ അത് മറന്നേക്കാം. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ ഓർപ്പിക്കുക. വചനത്തിൽ കൂടെ ദൈവം ഹല്ലേലൂയ അതൊന്ന് മാറ്റാൻ പോവുക. അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ദൈവം ഒന്ന് ചെയ്യാൻ പോവുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം ഒന്ന് ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. രക്ഷകർത്താവ് ജയം. നമുക്കറിയാം, ദൈവത്തിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. ദാവീദിനെ ഗോലിയാത്ത് അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചതായിട്ട് കാണും. നീ നിന്നെ വെട്ടി നിർത്തി ആകാശത്തിലെ പറവകൾക്ക് ഞാൻ ആകാരമായി കൊടുക്കുമെന്ന് പറഞ്ഞ് അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ശപിച്ചു. ഇനി പുതിയനിയമത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് ശപഥമെടുത്തെന്നാണ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ കാണുന്നത്. സ്വത്രം, സ്വത്രം, സ്വത്രം. ഒരു ജ്ഞാനകഥയ്ക്കകത്ത് വായിച്ചിട്ടുണ്ട്. ഒരു പുള്ളി, വേറൊരു പുള്ളി, ആ പുള്ളിക്ക് വർഷം ചെയ്തുകൊണ്ട് ആ പുള്ളി ഈ അതിന്റെ പുള്ളി വലിയ പുള്ളിയാണ്. ഇത് പറഞ്ഞു, നീ നിന്റെ നാശക്കാരാണെന്ന് എന്റെ ജട കിട്ടുകയില്ല. പണ്ട് പഠിച്ചപ്പോഴെന്നാണ്ട് പഠിച്ചിട്ടുണ്ട്. ജട കിട്ടുകയില്ല. മനുഷ്യന്റെ ശാപമാണ് കേട്ടോ. കൊന്നിട്ടല്ലാതെ, പൗലോസിനെ കൊന്നു മുടിച്ചിട്ടല്ലാതെ ഭക്ഷണമോ പാനി എത്ര യഹൂദന്മാരാ
40 വരെ യഹൂദന്മാർ കഠിന ശബ്ദം എടുത്തു. പൗലോസിനെ അവരുടെ കയ്യിൽ കിട്ടിയോ? ആരാ? പുതുനിയമത്തിലെ ഭക്തനാ, യേശുവിന്റെ വെളിപ്പാട് അനുഭവിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടേണ്ടതിന് യേശു നിമിത്തം ഞാൻ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ഭക്തന് വ്യക്തമായ ഒരു ഉറപ്പുണ്ട്, എന്നിൽ ജീവിക്കുന്നത് എന്റെ യേശുവ, എന്റെ യേശുവിന്റെ ആത്മാവിനാലാണ് ഞാൻ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ യഹൂദന്മാർക്കോ ഈ 40 പേർക്കോ അവരുടെ തീരുമാനങ്ങൾക്കോ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ ശപഥം ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവം നിനക്കൊരു ആത്മീയ സുരക്ഷിതത്വം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവകൃപയുടെ ഒരു പ്രൊട്ടക്ഷൻ, ദൂതന്മാരുടെ കാവല് ദൈവം നിനക്ക് നിന്റെ തലമുറകൾക്ക് നൽകി തന്ന് ദേശത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. നീ പുതിയ നിയമത്തിലേക്ക് വരാം. ഗലാത്യലേഖനം, എന്റെ വാക്കുകൾ നിർത്തണേ. ഗലാത്യലേഖനം അതിന് 3:11 വാക്യം വായിച്ചു. ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാലുള്ളത്. ന്യായപ്രമാണത്തിന്റെ 13 മുതൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുവാനായി ഇടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ പാടുമല്ലോ, നിൻ മരണം കൊണ്ടെന്റെ വൻമരണം നീയകറ്റി. യേശുവിന്റെ മരണം കൊണ്ട് നമ്മുടെ മരണത്തെ, പാപത്തിലുള്ള മരണത്തെ ദൈവം മാറ്റുവാനായി ഇടയാക്കി. ആത്മീയ മരണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പിതാവ് നമ്മെ വിലക്കി വാങ്ങുവാനായി ഇടയാക്കി. ഒന്നുകൂടെ പറയട്ടെ, ഇവിടെ വായിച്ചല്ലോ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്. റോമാലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു വന്നുവല്ലോ. കൃപയുടെ പ്രമാണം, പുതിയ നിയമം, യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട കൃപയുടെ പ്രമാണം ന്യായപ്രമാണത്തിന്റെ സകല ശാപങ്ങളിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങിയത്. വിശ്വസിക്കുന്നവർ സ്വതന്ത്രം ചെയ്താട്ട്. ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അതൊക്കെയായിരുന്നു ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ വിലക്കി വാങ്ങി. എങ്ങനെ? അവിടെ വായിക്കുന്നു, 13 വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലക്കി വാങ്ങി. ദൈവമക്കളെ, ന്യായപ്രമാണത്തിന്റെ ആ വലിയ ശാപത്തിൽ നിന്ന്, ആ കടബാധ്യതയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ മരണത്താൽ, അവന്റെ ശാപമരണത്താൽ എങ്ങനെയാണ് മരിച്ചത്? മരത്തിൽ തൂങ്ങുന്നവൻ. അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഏറ്റവും നികൃഷ്ടന്മാരായ ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന വധശിക്ഷയാണ് മരക്കുരിശിലുള്ള മരണം എന്ന് പറയുന്നത്. ആ ഗണത്തിൽ നമ്മുടെ കർത്താവിനെ അകപ്പെടുത്തുവാനായി ഇടയായി. ശാപത്തിന്റെ ദിനമായ ക്രൂശിനെ, ആ പച്ച മരക്കുരിശിലേക്ക് അവന്റെ ആ പച്ച ശരീരം ഏൽപ്പിക്കപ്പെടുവാനായി ഇടയായി. യേശു കാൽവറിയിൽ മരിച്ചത് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ നിങ്ങളെ വിലക്കി വാങ്ങി കൃപയുടെ പ്രമാണത്തിന് അധീനരാക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ച, അതിന്റെ പിന്നത്തെ ഞായറാഴ്ച, അതിന്റെ തലേ ഞായറാഴ്ച ഇവിടെ കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ ഞാൻ പുറത്ത് ശ്രദ്ധിക്കുകയുണ്ടായി. സ്തോത്രം. നമ്മൾ പലപ്പോഴും കർത്താവിന്റെ മേശയിൽ പങ്കുകാരായി തീരുന്നവരാണ്. അല്ലെങ്കിൽ ആ മേശയോട് അടുക്കുമ്പോൾ മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ നാം ധ്യാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരുവാനായി ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് ചെറിയ കാര്യമല്ല. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, മരണത്തിന്റെ അധികാരിയിൽ നിന്ന് നമ്മെ അവന്റെ മരണം മൂലം വിലക്കി വാങ്ങുവാനായി ഇടയായി. പ്രൈസ് ദി ലോർഡ്. ജീവൻ എന്ന മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മയൊക്കെ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ അവൻ നമ്മെ രക്ഷിക്കുവാനായി ഇടയായി. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് വേണ്ടി ശാപം, മരണം ഭരിക്കുവാനായി ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ക്രൂശിനെ നമ്മുടെ ജീവിതത്തിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ
ദൈവപൂർണ്ണരായി നാം മുന്നേറുമ്പോൾ ഒരു ശാപങ്ങളും ഒരു സാത്താന്യ ശക്തികളും നമ്മുടെ മേൽ അവകാശം പറയുകയില്ല. ആദ്യം ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരാണ് വ്യക്തമായി നമുക്ക് തന്നെ ഉറപ്പുണ്ടായിരിക്കണം. നാം ദൈവമക്കളാണ്, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. സ്വന്തം ആ വലിയ ഉറപ്പ് നമ്മെ ഭരിക്കുന്നെങ്കിൽ, യേശുവിന്റെ ക്രൂശിനെ നാം ധ്യാനിക്കുന്നെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ, കഷ്ടപ്പാടുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓർത്ത് യേശുവിനോട് നാം ചേർന്നിരിക്കുന്നെങ്കിൽ ഒന്നും നമ്മുടെ മേൽ ഏശുകയില്ല. നാം ജയാളികളായി മുന്നേറുവാൻ ദൈവമിടയാക്കും. അപ്പന്റെ ശാപത്തെ, ദേവന്മാരുടെ നാമം ചൊല്ലിയുള്ള ശാപത്തെ, മാനുഷിക ഗൂഢാലോചനകളുടെ ശാപത്തെ ദൈവം മാറ്റി. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ശാപത്തിന്റെ ചിഹ്നമായ മലക്കുരിശിൽ യാഗമായി തീരുവാനായിടയാണ്. ആ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ആത്മശക്തിയിൽ മുന്നേറുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതിനുള്ള സാക്ഷ്യവാചകളോടെ പറയട്ടെ. എന്റെ ജീവിതത്തിൽ പ്രിയ മോനിച്ചാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നലെയും നൂറിനാട് കുഷ്ഠരോഗ ആശുപത്രി സന്ദർശിക്കാനായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം. ഞാൻ ഇന്നലെ എന്തെങ്കിലും കൂടെ കണക്കുകൂട്ടി 13ാമത്തെ പ്രാവശ്യമാണ് ആ സ്ഥാപനം സന്ദർശിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തരുന്നത്. ഞാൻ മോനിച്ചാനോട് ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ചെല്ലുന്ന സമയം അവിടെ സന്ദർശനം കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു പ്രത്യേക വാതിൽ ഡെറ്റോൾ വെള്ളം ടാങ്കിനകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ വേറൊരു ചോട്ട് ഡ്രസ്സ് കൂടെ കൊണ്ടുപോകണം. ഇട്ടോട്ട് പോകുന്ന ഡ്രസ്സ് പിന്നെ അവർ ഇങ്ങോട്ട് ഇട്ട് തരത്തില്ല. തോർത്തും പുതിയതും കൊണ്ടുപോകണം. ആ തോർത്തും നമുക്ക് തരത്തില്ല, അത് മുഴുവൻ അവിടെ കത്തിച്ച് കളയണം. അങ്ങനെ ഒരു അനുഭവമാണ് ഞങ്ങൾ ആദ്യ കാലങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ. എന്നാൽ ഇന്ന് അവിടുത്തെ രോഗികൾക്ക്, ആൾക്കാർക്കൊക്കെ രോഗം പലർക്കും ഭേദമായി എങ്കിലും വലിയ മാരകമായ വ്രണങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന ചില സിസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് കാണുവാനായി. നമ്മളൊക്കെ ഉപദേശം കാര്യങ്ങളൊക്കെ പറയുന്നവരാണ്. എന്നാൽ ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം അവർ മറ്റുള്ളവരിലേക്ക് അവർ അനുഭവിക്കുന്ന ആ സ്നേഹം അവരുടെ സേവനങ്ങളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകർന്ന് അത് നാറ്റം കൊണ്ട് ഒരു വാക്കിനൊന്നും നിൽക്കാനൊക്കത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാടിൽ ചെന്നപ്പോൾ കുഞ്ഞുങ്ങൾ പലരും വെളിയിലിറങ്ങിപ്പോയി, നാട്ടിലൂടെ നിൽക്കാനൊക്കുകയില്ല. എന്നാൽ അവിടെ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ ആ സിസ്റ്റർമാരെ രണ്ടുപേരും പരിചയപ്പെട്ടു. ഏകദേശം 21-23 വയസ്സുള്ള കോതമംഗലംകാരായ 2 ചെറുപ്പക്കാരുടെ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് ആ വ്രണം കഴുകി അത് വെച്ച് കെട്ടുന്നത് കണ്ട് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ പഠിച്ച യേശുവിന്റെ സ്നേഹം ഞങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഞങ്ങളുടെ ഒരു മെയിൻ സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ സേവനം എന്താണ് അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നത്? കർത്താവിന്റെ സ്നേഹം. നമ്മുടെ കർത്താവിന്റെ സ്നേഹം സഭാകളിനകത്തും നമ്മുടെ മാസയോഗത്തിനകത്തും കൂട്ടായ്മയ്ക്കകത്തും ഒക്കെയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹകരിപ്പാനും അവർക്ക് വേണ്ടി ഭാരം ചുമക്കുവാനും അവരെ ഹെൽപ്പ് ചെയ്യുവാനുമുള്ള ഒരാഴമായ മനസ്ഥിതി ഉണ്ടാകണം. ഞാൻ പ്രാവശ്യം അപ്പച്ചനോട് പോലും പറഞ്ഞില്ല. ഞാൻ അപ്പച്ചൻ അറിഞ്ഞു, സോദരം അപ്പച്ചൻ അറിയാതെ ഒരു കാര്യം നടക്കുന്നില്ല. അമ്മച്ചി അറിയാതെ, മോനിച്ചാനും അറിയാതെ. മോനിച്ചാനും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 10 പേർക്കല്ലേ 21 പേർക്ക് ബുക്ക് മേടിച്ചെങ്കിൽ അതിന്റെ ദശാംശം സമ്പത്തൊത്തിരി ഉണ്ടായിട്ടല്ല. പാവപ്പെട്ടവരായ ചില കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറയും, തിരുവനന്തപുരം സ്കൂളില് അതുപോലെ തന്നെ ഈ കൊച്ചു സ്കൂളില് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ സഹായിക്കുക. അവർക്ക് വലിയ ആശ്വാസം, ഒരു ബുക്കോ ഒരു കൊടയോ ഒക്കെ കിട്ടുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്. സ്വതന്ത്രം. അതുപോലെ ചില സ്ഥാപനങ്ങൾ ഇതിനിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാനാണ്. ഓൾഡ് ഏജ് ഹോമുകൾ നമ്മുടെ അടുത്തുണ്ട്. കല്ലിശ്ശേരി മരിപ്പച്ച, അവിടെ എല്ലാം മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാർ. അവർക്ക് ഒരു ദിവസം അവരെ വാർത്തകൾ കഴുകി കൊടുക്കുന്നതും അവരുടെ കൂടെ അല്പസമയം ആയിരിക്കുന്നതും വലിയൊരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് വലിയ സന്തോഷമാണ്. അവർ യേശുവിനെ അറിയുവാനായിടയാകണം. കഴിഞ്ഞ ദിവസം ഇന്നലെ ആ സിസ്റ്റർ എന്നോട് പറയുണ്ടായി, പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ വന്ന് സഹകരിച്ചതുപോലെ ഒരുത്തരും സഹകരിച്ചിട്ടില്ല. അതിന്റെ മഹത്വം കർത്താവിന്. പ്രിയ മോനിച്ചാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം നല്ല ഒരു എമൗണ്ടിന്റെ മെഡിസിൻ അവിടെ കൊടുക്കുവാനായിടയായി. ഇന്നലെ അതുപോലെ നല്ല ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവർക്ക് ഡ്രസ്സും അതുപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ ഇന്നലെ ഞങ്ങൾ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുപോകാനായിടയായി. ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ള അവർക്ക് സമ്പത്ത് ഖ്യാതിക്കും കേരനും ഒക്കെ സമ്പത്ത് ഒത്തിരി ഉള്ളതുകൊണ്ടല്ല. അവരെല്ലാം കേരളത്തിന്റെ സാക്ഷ്യം, കാറ്റിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. വളരെ വലിയ പണക്കാരത്തിയൊന്നുമല്ല കേട്ടോ, പണക്കാരത്തിയല്ല പുള്ളിക്കാരത്തി. അവർ വളരെ സാധു സ്ത്രീയാണ്. എന്നാൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നന്മയിൽ നിന്നും അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, പ്രിയ മോനിച്ചാനും അമ്മാമിക്കും ഒക്കെ അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്ഥിതി നമ്മുടെ അടുത്തുള്ളവരെ ബലഹീനരെ നാം അറിയരുത്. പാസ്റ്റർ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ചെന്നാൽ കറുപ്പുമില്ല വെളുപ്പുമില്ല ഭാഷയുമില്ല. സ്വത്രം. ഇതെല്ലാം പെന്തക്കോസ്തുകാരും നല്ലതുപോലെ അറിഞ്ഞാൽ നന്നായിരുന്നു. സ്വത്രം. അവിടെ ഒരു കറുപ്പുമില്ല. അവിടെ സ്വത്രം കുറെ എനിക്കറിയാം. അവിടെ കറുപ്പുമില്ല വെളുപ്പുമില്ല. എന്നോട് ഞാൻ വേദനയോട് പറയട്ടെ, മൈക്കിൽ നിന്ന് മാറി എന്നാണ് പറയാം. ക്രിസ്ത്യാനിപ്പെട്ട ഒരു സഹോദരി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ,
വിലയുടെ മക്കളോട് വിലയുള്ളവരും ഭാഷണ പിള്ളേരും താമസിക്കുന്നത്. സ്വതന്ത്രം ഞാൻ ഒന്നും ആദ്യം വേണ്ടിയില്ല. സ്വതന്ത്രം ഞാൻ അവസാനം സഹിക്കാൻ വയ്യ. ഞാൻ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മച്ചിയുടെ കൊച്ചുമക്കള് ഇങ്ങനെ ഒരു സ്ഥിതിയാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്വതന്ത്രം ദൈവസന്നിധിയിൽ കറുപ്പും വെളുപ്പൊന്നുമില്ല കേട്ടോ. സ്വതന്ത്രം നമ്മുടെ സഭയുടെ ഒക്കെ നിയമങ്ങൾ മാറ്റിയെടുക്കേണ്ട കാലം കഴിഞ്ഞു. സ്വതന്ത്രം മറ്റുള്ളവരുടെ എന്നാൽ അവരെ ഉൾക്കൊള്ളുവാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാകണം. അതില്ലാത്ത ആത്മീയമൊന്നും നമ്മുടെ ആത്മീയമൊന്നുമല്ല കേട്ടോ. സ്വതന്ത്രം സ്വതന്ത്രം അവസാനം കൊണ്ടിട്ടോ ചില്ലിയോ. സ്വതന്ത്രം ഞാൻ ഈ കുഞ്ഞുങ്ങളിൽ കൂടെ കാണുന്ന എന്റെ കർത്താവേ, എന്റെ കൈ ഒന്ന് മുറിഞ്ഞാൽ ഇവര് പലരും കരയും. ലോകം പലതും പറഞ്ഞേക്കാം. കാരണം ഞങ്ങൾ ആ രീതിയിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അവർ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും. സ്വർഗത്തിൽ കറുപ്പും വെളുപ്പൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ. അവിടെ മദാമയുമില്ല, സാഹിബുമില്ല, നീഗ്രോയുമില്ല, ഇവിടുത്തെ PRPSും ഇല്ല, KPMSും ഇല്ല. ഒന്നേ ഉള്ളൂ, ദൈവമക്കൾ. ആ ഒരു വലിയ ദർശനത്തിലേക്ക് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാത്തി പറഞ്ഞോളൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്നലെ പലരും കൈ തെറ്റോല്ല. ഞാൻ നിരീക്ഷണമൊക്കെ ശ്രദ്ധിച്ചു. ഞങ്ങൾ പറയാം കൈ പാർട്ടിയുടെ മുറിവ് പോയി. ഞങ്ങൾ ചോക്ലേറ്റ് കൊടുത്തത് മുറിക്കാനായിട്ട് അവർക്ക് കഴിയും. ഞങ്ങൾ പറയാതെ ഞങ്ങളോട് വെല്ലുവിളിക്കണം. അവർ ആ പാക്കറ്റ് അവരെ കയ്യിൽ നിന്ന് മേടിച്ച് മുറിച്ച് അത് പാക്കറ്റ് പൊളിച്ച് അവർക്ക് കൊടുക്കുന്ന കാഴ്ച ഞങ്ങൾ പറയാതെ ഞങ്ങളാരും പറയാതെ അവർ ചെയ്യുന്നത് കണ്ടു. അതിനവരെ പ്രേരിപ്പിച്ചത് അവരുടെ ഉള്ളിലുള്ള കർത്താവിന്റെ സ്നേഹം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു വലിയ ദർശനത്തിലേക്ക് മുന്നേറട്ടെ. ഇങ്ങനെ സമയം കർത്താവിന്റെ ദാസന സഭയ്ക്കും വനം കൊണ്ടിരിക്കുന്നു.